السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أفوض أمري إلى الله إن الله بصير بالعباد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. ആദരണീയരായ ഈ വേദിയുടെ അധ്യക്ഷൻ സയ്യിദ് ഉബൈദുള്ള തങ്ങൾ അവറുകളെ, ഈ സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്ത സയ്യിദ് സഹിൽ തങ്ങൾ അവറുകളെ, ബഹുമാന്യരായ ഉസ്താദ് അബ്ദുൽ കരീം ഫൈലി, അബൂബക്കർ ദാരിമി ആലമ്പാടി, വന്ദ്യരായ ജാഫർ റബ്ബാനി, സുബൈർ ഹുദവി, അസീസ് ഹാജി, മുസ്തഫ മാസ്റ്റർ, പ്രിയപ്പെട്ട അബ്ദുള്ള തോട്ടക്കാട് സാഹിബ്, മറ്റ് സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇവിടുത്തെ ഇരുത്തം, നമ്മുടെ കേൾക്കൽ, പറയൽ എല്ലാം ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളെ പരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെ, പവിത്രമായ ഈ സമയത്തിൻ്റെ ബറക്കത്തുകൊണ്ടും മുബാറക്കാക്കപ്പെട്ട ഈ മജ്ലിസിൻ്റെ ഫദ്ലുകൊണ്ടും അള്ളാഹു വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ പേരിലാണോ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്, ആ പ്രസ്ഥാനത്തിൻ്റെ ഈ പാഠഭേദങ്ങൾ ഒരു ജീവിത പഥേയമായി സ്വീകരിച്ച ഒരു പരമ്പരയെ അള്ളാഹു നമ്മിൽ എന്നെന്നും നിലനിർത്തി തരുമാറാവട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വരുന്ന അള്ളാഹുവിൻ്റെ അതിഥികളെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഈമാനാണ് സ്നേഹം, അതല്ലെങ്കിൽ സ്നേഹമാണ് ഈമാൻ എന്ന വിഷയത്തിലുള്ള ചെറിയ ഒരു ഉത്ബോധനം നിർവഹിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിനു മുമ്പായിക്കൊണ്ട് ഒരു കാര്യം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ ഇതുവരെയുള്ള ഇതിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള ഇവിടുത്തെ സംഭാഷണങ്ങളൊക്കെ, പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ വിഖായ എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞു കണ്ടില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ തുടക്കത്തിൽ പറയൽ അതെൻ്റെ ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ സമയത്ത് ഞാനത് നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, മലപ്പുറം ജില്ല SKSSF ആക്റ്റീവ് മെമ്പർ എന്ന പേരിൽ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് 15 പേരെ തിരഞ്ഞെടുത്തു. 15 പേർ അവരുടെ, ഞാനിത് പറയാൻ കാരണം വിഖായ കൊണ്ട് എന്തുദ്ദേശിക്കുന്നു എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. ഈ 15 പേരുടെ പ്രത്യേകത, ഏത് SKSSFിൻ്റെ മലപ്പുറം ജില്ല
കമ്മിറ്റിയിൽ നിന്ന് ഉത്തരവാദപ്പെട്ട ആളുകളുടെ വിളി വന്നാൽ അവർ പറയുന്നിടത്തേക്ക് പറയുന്ന സമയത്ത് എത്തണം എന്നായിരുന്നു. ആ ആക്റ്റീവ് മെമ്പർമാരിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കൈപ്പൊക്കിയാൽ നന്നായിരുന്നു. ആരുമില്ല. മലപ്പുറം ജില്ലക്കാരനല്ലത്? മലപ്പുറം ജില്ലക്കാരില്ലതിന് ആ സമയത്ത് ഇവിടെ ആയിരുന്നു. സോറി, ഞാൻ നാട്ടിലായിരുന്നു, അതുകൊണ്ടാണ്. അങ്ങനെ ഈ ആക്റ്റീവ് മെമ്പർ അത് ഉണ്ടാക്കാനുള്ള കാരണം, നമ്മുടെ നാട്ടിൽ കേഡർ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനകൾ പലപ്പോഴും അവരുടെ പ്രവർത്തകരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എനിക്കൊരു കോള് വന്നാൽ അല്ലെങ്കിൽ ഞാനൊരു മിസ്സിട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്നെ രക്ഷപ്പെടുത്താൻ, എന്നെ സഹായിക്കാൻ ഒരു ഗ്യാങ് ഇവിടെ എത്തുമെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നിങ്ങൾക്ക് മാത്രമല്ല സമസ്തയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടൊരു കേഡർ സ്വഭാവം വരുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. പണ്ട് മലപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സമ്മേളനം നടന്ന സമയത്ത് ഇതര ജില്ലകളിൽ നിന്ന് പോലും ധാരാളം കച്ചവട കണ്ണുമായി കൊണ്ട് സമ്മേളനത്തിന് വരുന്ന ആളുകളെ ഉദ്ദേശിച്ചു കൊണ്ടുവന്നു. പക്ഷേ സമ്മേളനം കഴിഞ്ഞ് കച്ചവടക്കാരൊക്കെ പല ആളുകളും തിരിച്ചു പോകുന്ന സമയത്ത് അവർ പറഞ്ഞത്, ഞങ്ങളിത് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നു. എന്തായിരുന്നു? ഇതുവരെ കെട്ടിയിട്ടതുപോലെ ഈ പാടത്തവിടെ ഇരുന്നു, ഒരു മനുഷ്യന് പുറത്തിറങ്ങിയില്ല. നമ്മുടെ സമ്മേളനങ്ങളുടെ രീതി എങ്ങനെയാണ്? നമുക്കറിയാം, ജീവിതത്തിൽ എല്ലാവരും ഒരു യഥാർത്ഥ സംസ്ഥക്കാരൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പെരുന്നാൾ പോലെ ആഘോഷിക്കുകയും ഒരു സുന്നത്തായ കർമ്മം പോലെ, ഒരു അഫ്ളലായ, ഒരു മുഅക്കദായ സുന്നത്ത് പോലെ നമ്മളൊക്കെ കരുതുകയും ചെയ്യുന്ന ഒരു സമ്മേളനമാണല്ലോ ഏത് സമ്മേളനം? ജാമിഅ നുരിയയുടെ സമ്മേളനം. സമ്മേളനം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവൽ എവിടെയാണ്? സമ്മേളനത്തിൻ്റെ ജാമിയയുടെ ഗേറ്റിൽ. അതെന്താണ്? കുറേ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടാവും, കുറേ ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അതാ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കൽ കുറവാണ്. പിന്നെ ബഹുഭൂരിപക്ഷം ആളുകളൊക്കെ ഇരിക്കും. മഹാനായ നാട്ടിക ഉസ്താദ് ഉണ്ടായിരുന്ന കാലത്ത് ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കാൻ അല്ലാഹു തആല ആ മഹാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. കണ്ണീരോടുകൂടിയല്ല നമുക്ക് ഓർക്കാൻ കഴിയില്ല. അവിടുത്തെ അവസാനത്തെ പ്രസംഗം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആരുടെ പ്രസംഗമാണോ അവിടുന്ന് സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് ഒരക്ഷരം പോലും വിടാതെ കേട്ടുനിന്ന പ്രസംഗം മഹാനായ നാട്ടിക ഉസ്താദിൻ്റെ വിടവാങ്ങൽ പ്രസംഗമായിരുന്നു ജാമിഅയിലെ. ആ പ്രസംഗം കേട്ട ആളുകൾക്ക് ഇന്നും ഓർക്കുന്നുണ്ടാകും. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ പോലും പേരെടുത്ത് പറഞ്ഞിട്ട് ചിലത് പറയാനുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഒരു താക്കീത് നൽകിക്കൊണ്ടായിരുന്നു നാട്ടിക ഉസ്താദ് പ്രസംഗിച്ചിരുന്നത്. പിരിക്കട്ടെ, അല്ലാഹു തആല മഹാനെ അല്ലാഹുവിനായി ഹബ്ബ് വെക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഞാൻ പറയാൻ തുടങ്ങുന്നതും പറഞ്ഞു വരുന്നതും അങ്ങോട്ടാണ്. നമ്മളിവിടെ ആദരണീയരായ നമ്മുടെ സാദാത്യങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരോടുള്ള നമ്മുടെ ബന്ധം, അവരോടുള്ള നമ്മുടെ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഇടപെടലുകളും ഒക്കെ ആ രീതിയിൽ അല്ലാഹുവിലായിക്കൊണ്ട് അൽ ഹബ്ബു ഫില്ലാ വൽ ബഗ്ളു ഫില്ലാ ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിഞ്ഞാൽ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ ശ്രേഷ്ഠതയുണ്ട് ഒരാൾ അല്ലാഹുവിലായി സ്നേഹിക്കുന്നതിന്. എനിക്ക് ഈ വിഷയം പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് പറയും, എവിടെ പറയുമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം അത്രത്തോളം നമുക്ക് പറയാൻ കഴിയും. സൂറത്തുൽ ഹശ്റിൽ മഹാരഥന്മാരായ മുഹാജിരീങ്ങളെ സ്വീകരിക്കാൻ അൻസ്വാരികളായ സ്വഹാബത്ത് കാത്തിരുന്നവരുടെ കാത്തിരിപ്പും അവർ തയ്യാറ് ചെയ്ത അതിനുള്ള ഒരുക്കങ്ങളും വല്ലദീന തബവ്വഉ الدار والإيمان ഈമാനിനെയും വീടിനെയും ഒരുക്കി വെച്ചവർ എന്ന് തുടങ്ങിക്കൊണ്ടാണ് അല്ലാഹു തആല ആ വിഷയം പറയുന്നത്. ലോകത്ത് തുല്യതയില്ലാത്ത സ്നേഹത്തിൻ്റെ ഉടമകളായിരുന്നു. ലോകത്തിനെന്നും സത്യവിശ്വാസികൾക്കെന്നും മാതൃകയായ, എന്നെന്നും വിശ്വാസികൾക്കിടയിൽ നിലനിൽക്കേണ്ട സ്നേഹത്തിൻ്റെ മാധുര്യം കോരിച്ചൊരിഞ്ഞവരായിരുന്നു അൻസ്വാരികൾ. അതുകൊണ്ടായിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പരിശുദ്ധമായ മക്കയിൽ ജുഹുഫയുമായി ബന്ധപ്പെട്ടുകൊണ്ടും തോയിഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെ ചില പ്രശ്നങ്ങളും വിഷയങ്ങളുമൊക്കെ ഉണ്ടായപ്പോഴും മക്കം ഫത്തുഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകളുടെ ഭാഗത്തു നിന്നുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായപ്പോഴുമൊക്കെ മുഹാജിരീങ്ങൾക്ക് പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് കൊടുത്തു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് മക്കയുടെ പരിസരത്തുള്ള ഒരു ഗോത്രം മഹദിയായ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു തആല അൻഹയുടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പോറ്റുമ്മയുടെ അവിടത്തേക്ക് മുല കൊടുത്ത ആ ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ വരെ യുദ്ധത്തിന് വേണ്ടി വന്ന സമയത്ത് അവർക്കെതിരെ യുദ്ധം നടന്നു. യുദ്ധത്തിന് വന്ന സമയത്ത് അവർ ചെയ്തിരുന്നത് യുദ്ധത്തിൽ നിന്ന് പെട്ടെന്ന് ഓടിപ്പോവാതിരിക്കാൻ വേണ്ടി അവരുടെ കാലികളെ, കന്നുകാലികളെ മുഴുവനും യുദ്ധത്തിന് കൊണ്ടുവന്നു. എന്നിട്ട് മുന്നിൽ ഇവർ നിന്നു, തൊട്ടുബേക്കിൽ സ്ത്രീകളെ നിരനിരയായി നിർത്തി, സൊഫായിട്ട് അതിൻ്റെ പിന്നിൽ കാലികളെ അണിനിരത്തി. എന്നിട്ടായിരുന്നു യുദ്ധത്തിന് തയ്യാറായത്. പക്ഷേ ആ യുദ്ധത്തിൽ അവർക്ക് പരാജയപ്പെടേണ്ടി വന്നു. ആ സമയത്താണ് യുദ്ധത്തിൻ്റെ ഗനീമത്ത് മുതൽ ഓഹരി ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾക്ക് എന്താണുള്ളത് അത് തന്നാളെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ 100 ഒട്ടകം കൊടുത്തു. അത് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനുമായി വന്നു. അള്ളാഹുവിൻ്റെ റസൂൽ 10 ഒട്ടകം അവർക്കും കൊടുത്തു. രണ്ടാമത്തെ മകനുമായും വന്നു, 10 ഒട്ടകം അദ്ദേഹത്തിനും കൊടുത്തു. ഇങ്ങനെ മുഹാജിരീങ്ങളായ ആളുകൾ, മക്കക്കാരായ ആളുകൾക്ക് ധാരാളം കൊടുത്തു. അവസാനം അൻസ്വാരികളായ ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ചെയ്യുന്നത്? ഞങ്ങൾക്കൊന്നുമില്ലേ? എല്ലാം ഓഹരി ചെയ്തതിൻ്റെ ശേഷമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹോദരി ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു തആല അൻഹയുടെ മകളാകുന്ന ശൈമ വരുന്നത്. ശൈമ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്നെ അറിയുമോ? അള്ളാഹുവിൻ്റെ റസൂൽ നോക്കി, യുവതിയായ ഒരു പെൺകുട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അറിയില്ലല്ലോ, ഓർമ്മ വരുന്നില്ല. കൈത്തണ്ടം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, ഇത് നോക്കൂ, ചെറുപ്പത്തിൽ അങ്ങ് മുല കുടിക്കുന്ന സമയത്ത് ഹലീമത്തു സഅദിയ്യയുടെ മടിയിൽ നിന്ന് അങ്ങേ എടുത്തുകൊണ്ട് ഞാൻ നടക്കുന്ന സമയത്ത് അങ്ങ് കടിച്ച അടയാളമാണിത്. അത് കണ്ടപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ശൈമയാണോ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തോളിലുണ്ടായിരുന്ന അവിടുത്തെ വിരിപ്പ്, അവിടുത്തെ മേൽമുണ്ടെടുത്തിട്ട് വിരിച്ചു കൊടുത്തിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ശൈമ പറഞ്ഞു, ഞാൻ ഇരിക്കാൻ വേണ്ടി വന്നതല്ല, എൻ്റെ അമ്മായിമാരുണ്ട് ഈ പിടിക്കപ്പെട്ടവരിൽ, ഗനീമത്തായി പിടിക്കപ്പെട്ട, യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടവരിൽ എൻ്റെ അമ്മായിമാരുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയുടെ കുടുംബക്കാരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ എല്ലാവരും തിരിച്ചു കൊടുക്കണം. മുഹാജിരിങ്ങൾ കിട്ടിയത് മുഴുവനും തിരിച്ചു കൊടുത്തു. അവസാനം ഒരു പ്രായം ചെന്ന ഒരു സ്വഹാബി, അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും പകരം കിട്ടാതെ ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആകെ കിട്ടിയത് ഒരു പ്രായം ചെന്ന ഒരു ഉമ്മയെയാണ്, ഒരു വയസ്സത്തി പെണ്ണിനെ എനിക്ക് കിട്ടിയത്. എന്തിനാണ്? ജീവിക്കാനുള്ള ഒരു വഴി, അതിന് പകരം കൊടുത്തിട്ടേ ഞാൻ എന്തെങ്കിലും, എനിക്ക് പകരം കിട്ടിയാലേ ഞാൻ തിരിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മതി, പകരം തരാമെന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കുന്ന അൻസ്വാരികളിൽ നിന്ന് എന്തോ വാങ്ങിയിട്ടത് പകരം കൊടുത്തിട്ട് ശൈമയുടെ അമ്മായിമാരിൽപ്പെട്ടൊരു അമ്മായിയെ തിരിച്ചു കൊടുത്തു. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻസ്വാരികളോട് പറഞ്ഞൊരു വാക്കുണ്ട്, മുഹാജിരീങ്ങൾക്ക് പലതും ഞാൻ കൊടുത്തു, അവരിൽ നിന്ന് തിരിച്ചു വാങ്ങി, പക്ഷേ ഞാനുണ്ട് നിങ്ങൾക്ക് എന്നെ പോരെ? ബലായാ റസൂലല്ലാഹ്, അത് മതി ഞങ്ങൾക്ക്, അങ്ങേ കിട്ടിയല്ലോ, ഞങ്ങൾക്ക് അതിലപ്പുറം മറ്റെന്താണ്? അതായിരുന്നു ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സ്നേഹം, അവിടുന്ന് ഈ ഉമ്മത്തിന് വേണ്ടി പഠിപ്പിച്ച സ്നേഹം ഞാൻ ഓർത്തു പോവുകയാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു, അവിടുന്ന് പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും അവിടുന്ന് പറയാറുണ്ടായിരുന്നു. അവിടുന്ന് സ്നേഹപ്രകടനം പഠിപ്പിച്ചത്. മഹാനവറുകൾ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക്, അവിടുത്തെ മജ്ലിസിലേക്ക് ഒരാൾ കടന്നു വന്നു. വന്നതാരാണ് അറിയില്ല, എവിടുന്നോ വന്ന ആൾ. നമ്മുടെ നാടുകളിലൊക്കെ പള്ളികളിൽ നമ്മൾ പറയും, എന്താ പറയല്, ഒരു മുസാഫിർ വന്നിട്ടുണ്ടെന്ന് പറയും.
ആരാണ് എന്താണെന്ന് അറിയില്ല. ഏതെങ്കിലും അഹ്ലി കമ്മിറ്റിയിൽ ലെറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അതൊന്നുമില്ലെങ്കിൽ കാര്യമായിട്ട് ആരും മൈൻഡ് ചെയ്യൂല. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പിടിച്ചു കൊണ്ടുപോകും, കുറേ നേരമൊക്കെ ഇരിക്കും, അദ്ദേഹം അങ്ങനെ പോകും. അങ്ങനെ ആരും ഊരും പേരും നാടും ഒന്നും അറിയാത്ത ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ 2 ദിവസമായി ദീർഘയാത്ര നടന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വിശക്കുന്നുണ്ട്, ഭക്ഷണം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ പറഞ്ഞയച്ചു. ആദ്യം പറഞ്ഞയച്ച തൻ്റെ ഭാര്യമാരുടെ വീട്ടിലേക്കാണ്. ഭാര്യമാരുടെ വീട്ടിൽ ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ ഫബഅസ ഇലാ നിസാഇഹി, അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ ഭാര്യമാരിലേക്ക് ഈ വന്നയാളെ സൽക്കരിക്കാൻ എന്തെങ്കിലുമൊക്കെ അയാൾക്ക് കൊടുക്കണമല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇയാൾക്ക് കൊടുക്കണം. ഭാര്യമാരുടെ അടുക്കലേക്ക് പോയി. ഫഖുൽന മാ മഅനാ ഇല്ലൽ മാ, അള്ളാഹുവിൻ്റെ റസൂലേ ഇവിടെ ഒന്നുമില്ല. ഭാര്യമാർ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, വെള്ളമല്ലാതെ ഒന്നുമില്ല, കഴിക്കാനൊരു ഭക്ഷണമില്ല. ആരാണ്? ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല അവിടുത്തെ വീട്ടിൽ. അങ്ങനെ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സദസ്സിൽ ധാരാളം സ്വഹാബത്ത് ഇരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ വിളിച്ചു ചോദിച്ചു, മൻ യുളീഫു ഹാദാ, മൻ യുളീഫു ഹാദാ. 2-3 തവണ വിളിച്ചു ചോദിച്ചപ്പോൾ സ്വഹാബാക്കൾ പട്ടിണി പാവങ്ങളാണ്, വലിയ വലിയ സമ്പന്നരും ധനാഢ്യരുമായ ആളുകളൊന്നുമില്ല, പാവങ്ങളായ സ്വഹാബത്ത്. അവരോടാണ് വിളിച്ചു ചോദിക്കുന്നത്, മൻ യുളീഫു ഹാദാ, ഇയാളെ സൽക്കരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തയ്യാറാവൂ, ആരെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് ഫഖാല റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു സഹോദരൻ, ഒരു സ്വഹാബി, അദ്ദേഹം എണീറ്റ് എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ അന, അയാളെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. ആരാണെന്ന് ഒന്നും അറിയില്ല, എവിടത്തെക്കാരനാണ് എന്താ ഒന്നും അറിയില്ല, വിശന്ന് വന്നയാളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ചു വന്നതാണ്. അയാൾ കൊണ്ടുപോയി. അങ്ങനെ ഫൻതലഖ ബിഹി ഇലാ ഇംറഅതിഹി, വീട്ടിലേക്ക് കൊണ്ടുപോയി. ഭാര്യയുടെ അടുക്കൽ ചെന്നു, പറഞ്ഞു, അക്രിമീ ളൈഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്ന ഒരു അതിഥിയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ ഏൽപ്പിച്ച ഒരു അതിഥിയാണ്. അതുകൊണ്ട് വളരെ മര്യാദയോടുകൂടി ആദരവോടുകൂടി ഈ അതിഥിയെ നമുക്ക് സൽക്കരിക്കണം. ഫഖാൽ ഹയ്യി തുആമകി, ഭക്ഷണം എന്തെങ്കിലും എടുത്തു വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഭർത്താവേ, പ്രിയതമ, പ്രിയ, നമുക്കൊന്നുമില്ല നമ്മുടെ കയ്യിൽ, ആകെയുള്ളത് ഖൂത്തുല്ലിസ്സുബിയാൻ, കുട്ടികൾക്ക് ഉണ്ടാക്കി കുറച്ച് ഭക്ഷണം ഉണ്ട്, നമുക്ക് 2 പേർക്കൊന്നില്ല, കുട്ടികൾക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അതെങ്കിൽ അത് നമുക്കില്ലെങ്കിലും വേണ്ട, കുട്ടികൾക്കില്ലെങ്കിലും വേണ്ട, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതിഥിയാണ്, നമുക്ക് സൽക്കരിക്കണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അതിനൊരു കൗശലം പ്രയോഗിച്ചത്, ഹയ്യേ തുആമകി വ അസ്ലിഹി സിറാജകി, വേഗം ഭക്ഷണം എടുത്തു വെക്ക്, എന്നിട്ട് വിളക്ക് നന്നായി കത്തിച്ചു വെക്ക്. അങ്ങനെ അതിഥിയെ സൽക്കരിച്ച് ഭക്ഷണം എടുത്തു വെച്ച്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന അതിഥിയുടെ മുന്നിലേക്ക് വീട്ടുകാരനും അതിഥിയും ഇരുന്നിട്ട് വിളക്ക് നന്നായി തെളിച്ചു വെച്ചു. കുറച്ച് സമയം ഭക്ഷണം അങ്ങനെ കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ പെണ്ണെണീറ്റിട്ട് എന്തു ചെയ്തു? പിന്നെ കുട്ടികളോട് അദ്ദേഹം പറയുന്നുണ്ട്, ഭക്ഷണം ഒരുക്കി വെച്ചിട്ട് വിളക്ക് കത്തിച്ചിട്ട് കുട്ടികളെ ഉറക്കണം, കുട്ടികളെ ഉറക്കിയിട്ടേ നമുക്ക് അതിഥിക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുട്ടികളെ ഉറക്കിയിട്ട് നീ എന്ത് ചെയ്യണം, നമുക്ക് എല്ലാം റെഡിയാക്കും. അങ്ങനെ കുട്ടികളെ ഉറക്കി ഭക്ഷണമൊക്കെ എടുത്തു വെച്ചു, വിളക്ക് കത്തിച്ചു വെച്ചു. അതിഥിയും വീട്ടുകാരനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ഈ പെണ്ണ് വിളക്ക് നന്നാക്കാൻ എണീക്കുന്നത് പോലെ എണീറ്റിട്ട് ആ വിളക്ക് പെട്ടെന്ന് വിളക്കാണ് കെടുത്തി. എന്നിട്ട് വിളക്ക് കെടുത്തിയിട്ട് ഈ സ്വഹാബിയും ഈ അതിഥിയും ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. സത്യത്തിൽ വീട്ടുകാരൻ ഭക്ഷണം കഴിക്കുന്നത് അഭിനയിക്കുകയാണ്, അതിഥിയാണെങ്കിലും വീട്ടുകാരൻ കഴിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് കഴിച്ചു. നമ്മളൊരു തമാശ പറയാറുണ്ട്, പണ്ട് എന്താണ് മൂല്യരും അല്ല, അങ്ങനെ ഒരു തമാശ പറയാറുണ്ടല്ലോ, 2 ആൾ തമ്മിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഒരാളെന്ത് ചെയ്തു, എന്താ എൻ്റെ പേരിലെ വർത്താനം, അല്ല എന്താ എൻ്റെ ഉപ്പാൻ്റെ, എങ്ങനെ എൻ്റെ ഒപ്പം മരിച്ചത്, എങ്ങനെയാണ് അസുഖമായിട്ടെന്നൊക്കെ ചോദിച്ചിട്ട് അയാളെ ആ വികാര നിർഭരമായ അദ്ദേഹത്തിൻ്റെ വാക്ക് അദ്ദേഹം ഇങ്ങനെ പറയുന്നതനുസരിച്ച് എന്ത് ചെയ്തു, അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചു. ഇയാളെന്ത് ചെയ്തു, ആ അദ്ദേഹത്തിൻ്റെ സംസാരത്തിനിടയിൽ മൂപ്പരെന്ത് ചെയ്തു, കൊടുന്നു വെച്ച ഭക്ഷണം മുഴുവൻ തിന്നു. ഇതുപോലെ അതിഥി നന്നായി കഴിച്ചു, ആതിഥേയൻ കഴിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സ്വഹാബിയുടെ ചിത്രം അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അങ്ങനെ ഫജഅല യുരിയാനിഹി
അന്നഹുമാ യഅ്കുലാനി വബാതാ തോവിയൈൻ. ഒട്ടിയ വയറുമായിരിക്കുന്ന ആ രണ്ട് മനുഷ്യർ, ആ സഹോദരനും ആ സഹോദരിയും, ഈ അതിഥിയുടെ മുന്നിൽ ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് അവരന്ന് ഭക്ഷണം കഴിക്കാതെ വിശപ്പ് സഹിച്ചുകൊണ്ട് കിടന്നുറങ്ങി. നേരം വെളുത്തു. ഹബീബ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു ചെന്നു ഈ യുവാവ്, ഈ അൻസ്വാരികളിൽപ്പെട്ട ചെറുപ്പക്കാരൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്താണ് നിങ്ങൾ ചെയ്തത്? എന്താണ് നിങ്ങൾ ചെയ്തത്? അല്ലാഹു തആല നിങ്ങളുടെ ഈ പ്രവൃത്തി കൊണ്ട് അജിബല്ലാഹു ഫിഅലാകുമാ, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അല്ലാഹു വരെ അത്ഭുതപ്പെട്ടു പോയി. സ്വന്തം കുട്ടികളെ പട്ടിണിക്കിട്ട് സ്വയം പട്ടിണി ഏറ്റുവാങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സദസ്സിൽ വന്ന ഒരു അന്യനാട്ടുകാരനെ സൽക്കരിക്കാനുള്ള ഒരു മാനസികമായ ഒരു അവസ്ഥ അവരൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അതാണ് വിശ്വാസികൾക്ക് പരസ്പരം ഉണ്ടാവേണ്ട ഒരു അവസ്ഥ. വിശ്വാസികൾക്കിടയിൽ, മുഅ്മിനീങ്ങൾക്കിടയിൽ. ഹബീബ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പലപ്പോഴും പറയാറുണ്ട്, തഹാബു തഹാബു, നിങ്ങൾ അല്ലാഹുവിലായി സ്നേഹിക്കണം, അല്ലാഹുവിലായി നിങ്ങൾ സ്നേഹിക്കണം. ആ സ്നേഹത്തിൻ്റെ നമ്മുടെ നാടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളൊക്കെ ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് നമുക്കിടയിലുള്ള സ്നേഹം, ഇപ്പോൾ സംഘടനയിൽ നമ്മുടെ നേതാക്കന്മാരെ നമ്മൾ സ്നേഹിക്കും. എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? നന്നായി പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകനെ നമ്മൾ നന്നായി സ്നേഹിക്കും. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു വലിയ ട്രെൻഡാണ് വന്നിരായ സിംസാർ അൽ ഹഖ് ഹുദവി, അള്ളാഹു ആഫിയത്തോടു കൂടി ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അപ്പം അദ്ദേഹത്തിന് നമ്മൾ നന്നായി സ്നേഹിക്കുന്ന എന്താണ്? അദ്ദേഹത്തിൻ്റെ വാചാലത, അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ കണിശത, അതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളുടെ ആ പ്രവാഹങ്ങൾ, ഇതൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കും. അതുപോലെ അങ്ങനെ പല ആളുകളെയും, വ്യക്തികളെ അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കും. പെട്ടെന്ന് അവരങ്ങ് മാറി ചിന്തിച്ചാലോ, അതല്ലെങ്കിൽ അവരുടെ ആ കഴിവ് അതങ്ങ് നഷ്ടപ്പെട്ടു. അള്ളാഹു അത്തരം അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ പിന്നെ അവരോടുള്ള ബന്ധവും സ്നേഹമൊക്കെ കുറക്കും. അല്ലെങ്കിൽ നമ്മളൊരാളെ സ്നേഹിക്കുന്നു, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതും മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലും ഭൗതികമായ താല്പര്യങ്ങളുടെ പിന്നിലാണ് എന്ന് വിശ്വസിക്കുന്ന നഗ്നമായതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വാപ്പക്ക് മക്കളോട് 4 മക്കളുണ്ട്, 4 മക്കളുണ്ട്. 2 മക്കൾ നാട്ടിൽ ജോലിയാണ്. ഉദാഹരണത്തിന് ഒരാൾ ഓട്ടോറിക്ഷയിൽ നടക്കണേ, മറ്റോനോ ഓനിങ്ങനെ ഒരു എന്തോ സെൻട്രിങ്ങിൻ്റെ പണിയിൽ നടക്കണേ. മറ്റ് 2 മക്കളോ ഒരു ഗൾഫിലാണ്. ഇവന്റെയും ഡെയിലി വീട്ടിക്ക് മീൻ വാങ്ങുന്നത് ഇവനാണ്, അരി വാങ്ങുന്നത് നാട്ടിലുള്ള മക്കളാണ്. വാപ്പാക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവരാണുള്ളത്. അന്ന് ജോലി മുടങ്ങാണ്. ഇങ്ങനെ എല്ലാ നിലക്കും വാപ്പയെ സഹായിക്കും. പക്ഷേ ഗൾഫിലുള്ള മക്കളാണെങ്കിലോ 2 മാസം കൂടുമ്പോൾ, ഒരു 3 മാസം കൂടുമ്പോൾ ഒരു 15-20 കോയിലായിട്ട് വരും. അപ്പം എന്തായിരിക്കും? ഒരു കുഴപ്പമില്ല കേട്ടോ, മൂത്തോ നന്നായി നോക്കും, എനിക്ക് എപ്പോഴും വിളിക്കും ചെയ്യും, നന്നായി പൈസ അയക്കും ചെയ്യും. ഇവനോ ഓനെ കൊണ്ട് എന്താ കഴിയാ? അല്ലാതെ ഒരു സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ പറഞ്ഞു കേൾക്കുന്നതാണ്. അതുപോലെ പിതാക്കന്മാരിൽ നിന്നും മക്കൾക്ക് കിട്ടുന്ന ഒരവസ്ഥ എങ്ങനെയാണ്? മക്കൾ വാപ്പമാരെ സ്നേഹിക്കുന്നത്, വാപ്പമാർക്ക് സൗകര്യങ്ങളും ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിൽ സ്നേഹിക്കും. ഇല്ലെങ്കിലോ കാണാൻ വല്ല കോലൊന്നുമില്ല, ഒരു പഴഞ്ച ശൈലിയിൽ ജീവിക്കുന്ന ഒരു വാപ്പയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരനുഭവമുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, സ്വന്തം വാപ്പയെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളെ തൊട്ടടുത്ത് പാർക്കണ ആളാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം നൊന്ത് പ്രസവിച്ച ലോകത്തെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ മകുടോദാഹരണമായിക്കൊണ്ട് നമ്മളൊക്കെ പറയുന്നൊരു വിഷയമാണല്ലോ മാതാവിനും മക്കൾക്കും ഇടയിലുള്ള സ്നേഹം. നമ്മൾ എത്ര കഥകൾ നമ്മൾ കണ്ടു, എത്ര കഥകൾ നമ്മൾ വായിച്ചു. സ്വന്തം മക്കളെ കഴുത്ത് നെരിച്ച് കൊന്നിട്ട് കാമുകൻ്റെ കൂടെ ഓടിപ്പോകുന്ന സ്ത്രീകൾ, സഹോദരിമാർ, ഉമ്മമാർ. മക്കളെ ട്രെയിനിൻ്റെ മുന്നിൽ, നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ഒരു സഹോദരിയാണല്ലോ, 2 മക്കളെ, 2 കുട്ടികളെ, ഒരു കുട്ടിയെ ഒരു റെയിൽവേ സ്റ്റേഷനിലും മറ്റൊരു കുട്ടിയെ മറ്റൊരു സ്ഥലത്തുമാക്കിയിട്ട് കാമുകൻ്റെ കൂടെ ഓടിപ്പോയതും അവസാനം കോഴിക്കോട് ജില്ലയിൽ വെച്ച് പിടിക്കപ്പെട്ടതുമൊക്കെ. അഥവാ സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടുന്നതുമൊക്കെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാവുന്ന ഒരു കാലം. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്നേഹത്തിൻ്റെ വിലയും
അതിനല്ലാഹു കൊടുക്കുന്ന കൂലിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ കൂട്ടുകാരനെ നമ്മൾ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട്? അവൻ അത്യാവശ്യം കാണാൻ ഗ്ലാമറുണ്ട്, അവൻ്റെ കയ്യിൽ പണമുണ്ട്, വിവിധതരം മൊബൈലുകളുണ്ട്, എപ്പോൾ വിളിച്ചാലും അവൻ വരും, അവൻ്റെ അടുത്ത് വണ്ടിയുണ്ട്, ഇപ്പോൾ വിളിച്ചാൽ അത്യാവശ്യം എവിടേക്കെങ്കിലും പോകണമെങ്കിലും അവൻ വരും. അപ്പം എന്ത് ചെയ്യും? എപ്പോഴും അവനെ നല്ല ബന്ധമായിരിക്കും, നമ്മളെ ഹബീബാണ്, എൻ്റെ കൽബാണ്, എൻ്റെ ബ്രോ ആണ് എന്നൊക്കെ പറയും. പക്ഷേ അവൻ്റെ അടുത്ത് വണ്ടിയില്ലായി, വണ്ടി എങ്ങനെ എന്തോ പ്രശ്നം വന്ന് വണ്ടി വിറ്റു, പിന്നെ പൈസ പഴയ മരിക്കുന്ന കാര്യമായിട്ട് പണിയൊന്നുമില്ല, എന്നാൽ അവൻ ബ്രോ ആവില്ല, ചങ്കു ആവില്ല, അല്ലേ? ഇന്നത്തെ ഈ ഫ്രീക്കൻ സ്റ്റൈൽ ജീവിക്കുന്ന നമ്മുടെ യുവതലമുറയിലുള്ള ഒരു വലിയ വിഷയമാണത്. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹബന്ധം നിലനിർത്തുകയും അതില്ലാത്തൊരു കാലഘട്ടത്തിൽ ആ സ്നേഹബന്ധത്തിൽ നിന്ന് പിന്മാറുന്നൊരവസ്ഥയും. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹം. ഭർത്താവിന് നല്ല ജോലിയുണ്ട്, ഭർത്താവിൻ്റെ അടുത്ത് പണമുണ്ട്, ഭർത്താവിന് നല്ല ആരോഗ്യവുമുണ്ട് എങ്കിൽ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ, അതുപോലെ തന്നെ ഭാര്യയ്ക്ക് നല്ല സൗന്ദര്യമുണ്ട്, ഭാര്യയെ ഒരു കുലീന കുടുംബത്തിൽ നിന്ന് കെട്ടിക്കൊണ്ടുവന്നതാണ്, എന്നാൽ അവൾ ആത്മാർത്ഥമായി സ്നേഹിക്കും. ഇല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരനോട് സംസാരിക്കുന്നതിൻ്റെ പകുതി പോലും സ്വന്തം ഭാര്യമാരുമായി ഇടപഴകാത്ത ഒരു സമൂഹം. അതുപോലെ സ്വന്തം ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കാത്തത്, സ്വന്തം ഭർത്താവിൽ നിന്ന് ആസ്വദിക്കാൻ ആഗ്രഹിക്കാത്തത് ഇതരരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലം. ഭർത്താവ് വരുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്ക് നാടുവിടുന്ന, ഒളിച്ചോടുന്ന ഒരു ലോകം. സത്യത്തിൽ അതിന് നമ്മളൊക്കെ കാരണക്കാരാവും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെയുള്ള ഒരു ലോകം. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും സ്വന്തം ഭർത്താവിന് വേണ്ടി സ്നേഹത്തോടുകൂടി കാത്തിരിക്കുന്നതിന് പകരം ശാരീരിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറി ചിന്തിക്കുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നിടത്തേക്ക് ആധുനിക തലമുറ വളർന്നിരിക്കുന്നു. ഇവിടെയാണ് ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നത്, വിശ്വാസികൾക്കിടയിലുള്ള സ്നേഹബന്ധം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, ഒരു മനുഷ്യൻ അവൻ സ്നേഹിക്കപ്പെടുന്നതും അവനെ സ്നേഹിക്കുന്നതും, ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ, ഒരാളെ അല്ലാഹു തആല സ്നേഹിച്ചാൽ, നമ്മെ അല്ലാഹു സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാനുള്ള വഴി എന്താണ്? അല്ലാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അല്ലാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാനുള്ള വഴി, ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ, ഒരാളെ അല്ലാഹു സ്നേഹിച്ചാൽ, നാദാ ജിബ്രീല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു വിളിക്കും. എന്നിട്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹ്ബിബുഹു, അല്ലാഹു ഇന്നാലിന്നയാളെ അല്ലാഹു സ്നേഹിക്കുന്നു, അതുകൊണ്ട് ജിബ്രീലെ നിങ്ങളും അവരെ സ്നേഹിക്കണം. ഫയുഹിബ്ബു ജിബ്രീലു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അയാളെ സ്നേഹിക്കും. എന്നിട്ട് ഫയുനാദാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറയും, ഫി അഹ്ലിസ് സമാ, ആകാശത്തിൽ വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനാ, അല്ലാഹു ഇന്നാലിന്നയാളെ സ്നേഹിക്കുന്നുണ്ട്, ഇന്നാലിന്നയാളെ, ഇന്നാലിന്ന നാട്ടിലുള്ള ഇന്നാലുള്ള വ്യക്തിയെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഫഅഹിബ്ബൂഹ്, അദ്ദേഹത്തെ നിങ്ങളും സ്നേഹിക്കണം. അങ്ങനെ ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, ആകാശത്തിലുള്ള മുഴുവൻ ആളുകളും അയാളെ സ്നേഹിക്കും. സുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർള്, ഭൂമിയിൽ അയാൾക്ക് ഖബൂലിയത്ത് ഉണ്ടാകും, ഭൂമിയിൽ അയാളെ എല്ലാവരും ആദരിക്കും, അയാൾ പറഞ്ഞത് കേൾക്കും. അയാളെ ആദരിക്കാനും അയാളെ ബഹുമാനിക്കാനുമുള്ളൊരു സമൂഹത്തെ അള്ളാഹു ഉണ്ടാക്കും. അള്ളാഹു സ്നേഹിച്ചാൽ ജിബ്രീലും സ്നേഹിക്കും അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്നേഹിച്ചാലോ ആകാശത്തുള്ള മുഴുവൻ ആളുകളും അവരെ സ്നേഹിക്കും. സ്നേഹം കൊണ്ടതുകൊണ്ട് കിട്ടും. പിന്നെ ഭൂമിയിൽ ഖബൂലിയത്തുണ്ടാകും. ഖബൂലുണ്ടായാലോ എങ്ങനെയാണ് ഖബൂലിയത്തുണ്ടാവൽ? മഹാനായ അബ്ദുൽ ഹഖുൽ ഇശ്ബീലി റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്നുണ്ട്, ഖബൂലിയത്തുണ്ടാവൽ എങ്ങനെയാണ്? സുരിഫത്തിൽ ഖുലൂബ് ഇലൈഹിം, ആളുകളുടെ മനസ്സ് അയാളിലേക്ക് തിരിയും. ഫി ഹയാത്തിഹിം വബഅദ മമാത്തിഹിം, അവരുടെ ജീവിതകാലത്തും മരണത്തിന്റെ ശേഷവും, ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരിച്ചതിന്റെ ശേഷവും. അതാണ് ആയുസ്സിൽ ബറക്കത്ത് എന്ന് പറയൽ. ഒരാളുടെ ആയുസ്സിൽ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ശേഷവും അയാളെ ഓർക്കുന്നൊരു സമൂഹം ഉണ്ടായിരിക്കുക. അത് ആലിമാവണമെന്നില്ല.
നമ്മുടെ നാടുകളിലൊക്കെ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ച ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കും. അതുപോലെ നമ്മുടെ മുൻകഴിഞ്ഞ മഹാന്മാർ, നമ്മളിപ്പോൾ നാട്ടിക് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു, ബാഫഖി തങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഒന്നരായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. മരണത്തിൻ്റെ ശേഷവും മരിച്ചിട്ടും പാണക്കാട് ആ റോട്ടിലൂടെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത്, കൊടപ്പനക്കൽ തറവാട്ടിൻ്റെ മുറ്റത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് പടച്ചറബ്ബേ കൽബ് പൊട്ടിപ്പോകും. ഇപ്പോഴും തങ്ങൾ ആ പൂമുഖത്തിരിക്കുന്നുണ്ടെന്ന് തോന്നും. പ്രത്യേകിച്ച് ഞങ്ങൾ ആ തൊട്ടടുത്തുള്ള പ്രദേശത്തുകാരായ ആളുകൾക്കൊക്കെ മുനവ്വറിൽ തങ്ങളാണ് ഇരിക്കുന്നതെങ്കിലും ദൂരെ നിന്ന് നോക്കുമ്പോൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് അവിടെ ഇരിക്കുന്നത് എന്നിങ്ങനെ തോന്നിപ്പോകുന്നൊരവസ്ഥ. അവിടുത്തെ ഖബറിങ്ങൾ ചെല്ലുന്ന സമയത്തൊക്കെ പൂക്കോയെ തങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളേറെ, കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നേഹം കൊണ്ടും വൈകാരികമായി നമ്മൾ അനുഭവിച്ചത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ്. അവിടെ നിന്ന് തങ്ങളവറുകൾ പലപ്പോഴും, ഞാൻ ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. നമ്മളൊക്കെ വല്ലാതെ, പ്രത്യേകിച്ച് മുതഅല്ലിമീങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ ഒന്നൊരു പിടുത്തമുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പാണക്കാട് സയ്യിദ് പൂക്കോയെ തങ്ങളുടെ ഖബർ സിയാറത്തിന് പോയിട്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അസ്ർ നിസ്കരിക്കാണ്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അസ്ർ നിസ്കരിക്കുന്നുണ്ട്. നിസ്കരിക്കുന്നത് എങ്ങനെയാണ്? ആ പള്ളിയിൽ അന്ന് ഓതിപ്പടിക്കുന്ന ഒരു മുതഅല്ലിമിനെ ഇമാമ് നിർത്തിയിട്ട് തങ്ങൾ ബേക്കിൽ മഅ്മൂമായി നിൽക്കണം. പള്ളിയിൽ ഓതിപ്പടിക്കുന്ന ഒരു മുതഅല്ലിമാണ് ഇമാമ്. തങ്ങളോടൊന്ന് വൈകി വന്നാണ് മുതഅല്ലിം ഇമാമ് നിന്നിട്ട് തങ്ങളാണ് ബേക്കിൽ നിന്നിട്ട് മഅ്മൂമായി നിൽക്കുന്നത്. അപ്പം നിസ്കാരം ഇങ്ങനെ കഴിയുന്നത് വരെ അവിടെ കാത്തിരുന്നു. പാണക്കാട് പഴയ പള്ളിയിൽ കാത്തിരുന്ന് നിസ്കാരം കഴിഞ്ഞ് ചെന്നു. സലാം ചൊല്ലി എവിടെ നിന്നാന്ന് ചോദിച്ചു. ഊരത്തുനിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നമ്മൾ അയൽപക്കക്കാരാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഒരു പിടുത്തണം. വല്ലാതെ അതൊക്കെ ഒരിക്കലും നമ്മൾ മറക്കില്ല. അപ്പം എന്താണ്, മരണത്തിൻ്റെ ശേഷവും അവിടുത്തെ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിലൂടെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അതുപോലെ തന്നെ വമിൻഹും, അല്ലാഹു തആല ഭൂമിയിൽ ഖബൂലിയത്ത് ഉണ്ടാക്കുന്ന വിഭാഗമാണ് മൻ കസുറൽ മുശയ്യിഊന ലിൽ ജനാസതിഹി. ജനാസ സന്ദർശിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ വരിക, എന്നിട്ടോ അവരെ സഹായിക്കാൻ, ജനാസ ചുമക്കാൻ, ഖബറിങ്കൽ വരാൻ, ഇങ്ങനെ എല്ലാ കാര്യത്തിനും നിരന്തരം ഇവർക്ക് വേണ്ടി, ഇവരെ സ്നേഹിച്ചുകൊണ്ടും ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇവരെ ആദരിക്കുന്നൊരു സമൂഹത്തെ അല്ലാഹു തആല നിലനിർത്തുക. ഇതാണ് ഭൂമിയിൽ ഖബൂലിയത്ത് ഉണ്ടാക്കുക എന്ന്, ഭൂമിയിൽ ഒരാൾക്ക് ഖബൂലിയത്ത് ഉണ്ടായി എന്ന് പറയുന്നതിന് കാരണമെന്ന് മഹാനായ അബ്ദുൽ ഹഖ് ശിബീലി റഹിമഹുല്ലാ അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു തആല ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു തആല ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ ഭൂമിയിൽ അയാളുടെ ജീവിതത്തിൽ തന്നെ അയാൾക്ക് അനുഭവപ്പെടും. മഹാനായ അബൂ ഇദ്രീസ് അൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്. അദ്ദേഹം പറയുന്നു, ദഖൽതു മസ്ജിദ ദിമഷ്ക്, ഡമസ്കസിലെ പള്ളിയിലേക്ക് ഞാനൊരിക്കൽ കടന്നു ചെന്നു. ഞാനൊരു യാത്ര മധ്യേ അങ്ങനെ നടക്കുന്ന സമയത്താണ് ഡമസ്കസിലെ പള്ളിയിലേക്ക് ഞാൻ കടന്നു ചെന്ന സമയത്തുണ്ട് ഫൈദൻ ഫതൻ ബറാഖുസ്സനായ, നല്ല മുഖം പുഞ്ചിരിച്ചുകൊണ്ട് എപ്പോഴിങ്ങനെ പുഞ്ചിരിക്കുന്ന ഒരു യുവാവുണ്ട് ആ പള്ളിയുടെ ഒരു ഒരു മൂലയിൽ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ടോ ഇതന്നാസുമാണു, കുറേ ആളുകൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി ഇരിക്കുന്നുണ്ട്. ഇയാൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അദ്ദേഹത്തിൻ്റെ ചുറ്റും കുറേ ആളുകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആളുകൾ മുമ്പിലത്തേക്ക് പോകുന്നുണ്ട്, വേറെ ആളുകൾ പുറത്തുനിന്ന് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പുഞ്ചിരി വിടാതെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരാളെ കണ്ടപ്പോൾ ഫസഅൽതു അൻഹു, ഞാൻ ചോദിച്ചു ആരാണ് ആ ഇരിക്കുന്ന ആള്? അപ്പോൾ പറഞ്ഞു ഫഖീല ഹാദാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല. അത് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടിയിട്ട് ഡമസ്കസിലേക്ക് പറഞ്ഞയച്ചതാണ്. ആദ്യം യമനിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹത്തെ എല്ലാവരും ആദരിച്ചു. പുഞ്ചിരി വിടാതെ, ഒരിക്കലും കോപിക്കാതെ, ദേഷ്യപ്പെടാതെ, മുഖം വിവർണമാവാതെ, ഏതവസ്ഥയിലും പുഞ്ചിരിയോടുകൂടി എല്ലാവരെയും സ്നേഹിക്കുന്നൊരവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഡമസ്കസിലേക്ക് പറഞ്ഞയച്ചതാണ്. അപ്പം അദ്ദേഹമാണത് എന്ന് കേട്ടു അവർ പറഞ്ഞു. അപ്പം എനിക്കും തന്നെ വല്ലാത്തൊരു അത്ഭുതം. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ നല്ല തിരക്കാണ്. എന്തായാലും വേണ്ടി അദ്ദേഹത്തെ ഒന്ന് കാണണം.
അങ്ങനെ ഫലമ്മാക്കാനിൽ ഗദു, പിറ്റേ ദിവസം ഹജർത്ത്, ഞാൻ വളരെ നേരത്തെ പോയി. വളരെ നേരത്തെ ചെന്ന് ആളുകളൊക്കെ ഇങ്ങനെ കൂടുന്നതിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ, അദ്ദേഹത്തിൻ്റെ നേരെ മുന്നിൽ ചെന്നിട്ട് അസ്സലാമു അലൈക യാ മുആദ് ഇബ്നു ജബൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് സലാം ചൊല്ലി. അദ്ദേഹം പുഞ്ചിരിയോടുകൂടി വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഇന്നി വല്ലാഹി ഇന്നി ഉഹിബ്ബുക്, വല്ലാഹി ഇന്നി ഉഹിബ്ബുക്, വല്ലാഹി ഇന്നി ഉഹിബ്ബുക്. 3 തവണ ഞാൻ ഉച്ചത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എനിക്ക് അങ്ങയോട് വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത സ്നേഹമാണ്. അപ്പൊ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല ചോദിച്ചു, അള്ളാഹുവിനായിട്ടാണോ സ്നേഹിക്കുന്നത്? അതല്ല വെറുതെ സ്നേഹിക്കണം. അങ്ങനെയുണ്ടല്ലോ. എൻ്റെ ഒരു മുഅ്മിനായ ഒരു സഹോദരൻ, എന്നെപ്പോലെ നാളെ സ്വർഗത്തിലേക്ക് വരേണ്ട ഒരു സഹോദരൻ, ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നൊരവസ്ഥയാണ്. അവിടുന്ന് സത്യവിശ്വാസികളോട് എപ്പോഴും അവിടുന്ന് കാണിക്കുന്ന ആർദ്രമായ അവിടുത്തെ മനസ്സിൻ്റെ ഉദാത്തമായ ഉദാഹരണമായിരുന്നു ജൂതൻ്റെ മൃതശരീരം കൊണ്ടുപോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനങ്ങ് കരയുന്നു? ഒരു ജൂതനല്ലേ അങ്ങെന്തിന് കരയണം? അങ്ങെന്തിന് കുണ്ഠിതപ്പെടണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടിയുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ, അന്ത്യപ്രവാചകനായ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് നരകത്തിലേക്കൊരു വിറക് കൊണ്ടുപോവുകയല്ലേ, അതാലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നതെന്ന് ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞെങ്കിൽ, എന്നെക്കൊണ്ടൊരാളും ബുദ്ധിമുട്ടരുതെന്ന് മാത്രമല്ല, ഞാൻ കാരണമായി കൊണ്ടെല്ലാവരും രക്ഷപ്പെടണം. എല്ലാവരും വിശ്വാസികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ്. ഈ ഉമ്മത്ത് നാളെ ലോകത്ത് കഴിഞ്ഞുപോയ സമൂഹത്തിന്റെ സാക്ഷികളായിക്കൊണ്ട് മാറേണ്ടവരാണ്. അതുകൊണ്ട് ആ കഴിഞ്ഞുപോയ സമൂഹത്തിന്റെ സാക്ഷികളായി മാറാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞതുപോലെ, ഫഇന്നി ഉബാഹി ബിക്കും യൗമൽ ഖിയാമ, നിങ്ങൾ ധാരാളം കുട്ടികളെ ഉണ്ടാക്കണം. നിങ്ങൾ 2 കഴിയുമ്പോഴേക്ക് നാം 2 നമുക്ക് 2 എന്ന് പറഞ്ഞിട്ട് നിർത്തരുത്. 2 ആൺകുട്ടിയായിട്ടുണ്ട്, ബർക്കത്തിനൊരു പെൺകുട്ടിയായിട്ടുണ്ട്, എന്നാൽ തൽക്കാലം അവിടെ മതി, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. അല്ലെങ്കിൽ 4ഉം 5ഉം ഒക്കെ കഴിയുമ്പോഴേക്ക് നിങ്ങൾ നിർത്തിക്കളയരുത്. എന്താണ് തകാസറു? ധാരാളം കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ടാവണം. കാരണം എന്താണ്? ഫഇന്നി ഉബാഹി ബിക്കും യൗമൽ ഖിയാമ, അന്ത്യനാളിൻ്റെ ദിവസത്തിൽ നിങ്ങളെ കൊണ്ട് ഞാൻ മേനി പറയും, നിങ്ങളെ കൊണ്ട് ഞാൻ അഭിമാനിക്കും, എൻ്റെ ഉമ്മത്താണ് ഇതെന്ന് പറയും. സ്വർഗത്തിലെ ഓരോ അവിടുത്തെ 73 സ്വഫിൽ 72 സ്വഫ് നരകത്തിലേക്കാണ്, ഒരൊറ്റ സ്വഫ് മാത്രമാണ് സ്വർഗത്തിലേക്കെന്ന് ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അവിടുന്ന് പറയാറുള്ളതാണ്, എൻ്റെ ഉമ്മത്തിനെ കൊണ്ട് എനിക്ക് അഭിമാനം കൊള്ളണം. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മത്ത് കടന്നു വരുമ്പോൾ വലിയ ഒരു കറുത്ത ഒരു സമൂഹം, അഥവാ ധാരാളം ആളുകൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഞാൻ ചോദിച്ചു, ഇതാരാണ്? അപ്പം പറയും, അത് മൂസാ നബിയുടെ സമൂഹമാണ്, അത് ഇസ്രായേലികളാണ്. അപ്പം എൻ്റെ ഉമ്മത്തെവിടെ? അപ്പോഴാണ് ഹുർറൻ മുഹജ്ജിലീൻ, വെളുത്തവരായിക്കൊണ്ട് സുജൂദിന്റെ വുളൂഇന്റെ അടയാളം കൊണ്ട് വുളൂഇൽ കയ്യും കാലുമൊക്കെ കയറ്റി കഴുകിയിട്ട് അതിൻ്റെ ഫള് കൊണ്ട് കയ്യും മുഖവും ഒക്കെ വെളുത്ത ഒരു സമൂഹം, പ്രകാശം പരത്തിക്കൊണ്ടുള്ള ഒരു സമൂഹം, അവരിങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ ഞാൻ അഭിമാനം കൊള്ളുമെന്ന് ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, മഹാനായ അബൂ ഇദ്രീസുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, മുആദ്, അബൂ ഇദ്രീസ്, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അള്ളാഹുവിലായിട്ടാണോ സ്നേഹിക്കുന്നത്? പറഞ്ഞു, അതെ, അള്ളാഹുവിലായി സ്നേഹിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, 3 തവണ ചോദിച്ചു മുആദ് ഇബ്നു ജബൽ, അള്ളാഹുവിലായിട്ടാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്? അതെ എന്ന് പറഞ്ഞപ്പോൾ ഫഅഖദ ബിജുബൂറത്തി റിദാഇ, എൻ്റെ മേൽത്തട്ടത്തിൻ്റെ ആ തല ഇങ്ങോട്ട് പിടിച്ചിട്ട് എന്നെ ഇങ്ങോട്ട് അടുത്തേക്ക് അങ്ങോട്ട് പിടിച്ചു വലിച്ചിട്ട്
ഫജബദനി ഇലൈഹി, അദ്ദേഹത്തിലേക്ക് ഇങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, വഖാല അബ്ശിർ, നിങ്ങൾ സന്തോഷമറിയണം, സന്തോഷമറിയണം. സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്. അള്ളാഹു പറയുന്നതായിട്ട് നബി തങ്ങൾ പറയുന്നുണ്ട്, വജബത്ത് മഹബ്ബത്തി, വജബത്ത് മഹബ്ബത്തി, എൻ്റെ സ്നേഹം, എൻ്റെ ഇഷ്ടം നിർബന്ധമായിട്ടുണ്ട്. ലിൽ മുതഹാബ്ബീന ഫിയ്യാ, എന്നിലായി സ്നേഹിക്കുന്ന ആളുകൾക്ക്. അള്ളാഹുവിലായി സ്നേഹിക്കുന്ന ആളുകൾ എങ്ങനെ അള്ളാഹുവിലായി സ്നേഹിക്കുക? മുഅ്മിനായ എൻ്റെ സഹോദരനാണ്, അവൻ എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ അത് എൻ്റെ വിഷമമാണ്, അവൻ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതെൻ്റെ പ്രയാസമാണ്, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെൻ്റെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണല്ലോ അൻസ്വാരികൾ 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ തൻ്റെ സഹോദരനാകുന്ന മുഹാജിറായി വന്ന സ്വഹാബിക്ക് അങ്ങോട്ട് കൊടുത്തു. കൊടുക്കുന്ന സമയത്ത് 2 ഭാര്യമാരെയും കാണിച്ചിട്ട് ഏതാ വേണ്ടതെന്ന് ചോദിക്കുന്നത്. അതല്ല, അതെന്ത്, ഒന്ന് കുറേ മുമ്പ് കെട്ടിയതാണ്, ഒന്നെന്താണ് ഇപ്പം അടുത്ത് കല്യാണം കഴിച്ചിട്ടുള്ളൂ, ഏതായാലും അത് പഴയതായാലും ചുടുത്തോന്ന്, അങ്ങനെയല്ല. ആ മുഹാജിറായി വന്ന സ്വഹാബിക്ക് ഇഷ്ടപ്പെട്ട, മുഹാജിറായി വന്ന സ്വഹാബിക്ക് ഇഷ്ടപ്പെട്ട ഭാര്യയെ വിവാഹം ചെയ്തു കൊടുത്തു. വീടിനെ നേർപകുതിയാക്കിയിട്ട് അതിൻ്റെ പകുതി അങ്ങോട്ട് മുഹാജിറിന് കൊടുത്തു. സമ്പത്തിനെ മുഴുവനും പകുതിയാക്കിയിട്ട് അതിൻ്റെ പകുതി മുഹാജിറിന് കൊടുത്തു. ബഹ്റൈൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ബഹ്റൈനിൽ നിന്നുള്ള ഗനീമത്ത് സമ്പത്ത് വന്നപ്പോൾ മുഹാജിരിങ്ങൾ വന്ന് കുറച്ച് കാലമായിട്ടുള്ളൂ. അങ്ങനെയാണ് ബഹ്റൈനിൽ നിന്ന് ഏതോ വഴിക്ക് കുറേ സമ്പത്ത് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഹരി ചെയ്യാൻ വേണ്ടി മുഹാജിരികളെയും അൻസ്വാരികളെയും വിളിച്ചു. വിളിക്കുന്ന സമയത്ത് അൻസ്വാരികൾക്കും മുഹാജിരികൾക്കും സമ്പത്ത് ഒരുപോലെയാണ്. കാരണം ഇവരുടെ മുഴുവനും ഇവർ നിഷ്കൃത്യമായി കൊണ്ട് ഓഹരി ചെയ്തിട്ടുണ്ട്. അൻസ്വാരികൾ പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് വേണ്ട, മുഹാജിരിങ്ങൾക്ക് കൊടുക്കൂ. അങ്ങയുടെ കൂടെ ത്യാഗം സഹിച്ചുകൊണ്ട് പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഹിജ്റ വന്ന സാധുക്കളാണവർ, ഞങ്ങൾക്കൊന്നും വേണ്ട ഹബീബേ, അവർക്ക് കൊടുക്കൂ എന്ന് ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അൻസ്വാരികൾ. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്കൊന്നും വേണ്ടേ? വേണ്ട നബിയെ. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വാന മഴക്കും, ഞാൻ നിങ്ങളെ കൂടെ, എന്നാൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത് മുഹാജിരിങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്തു. അതുകൊണ്ടാണ് ലോകത്ത് അവർക്ക് വേണ്ടി ഈമാന് കൊണ്ട് അവർക്ക് വേണ്ടി കാത്തിരുന്നവർ എന്ന് പരിശുദ്ധമായ ഖുർആൻ അവരെ കുറിച്ച് വിശേഷിപ്പിച്ചത്. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല പറയുന്നു, വജബത്ത് മഹബ്ബത്തി, അല്ലാഹു പറയുന്നു എൻ്റെ മഹബ്ബത്ത് ഉറപ്പായിട്ടുണ്ട്. ലിൽ മുതഹാബ്ബീന ഫിയ്യ, എനിക്ക് വേണ്ടി സ്നേഹിക്കുന്നവർക്കും, വൽ മുതജാലിസീന ഫിയ്യ, എനിക്ക് വേണ്ടി ഇരിക്കുന്നവർ, അള്ളാഹുവിന് വേണ്ടി ഇരിക്കുന്നവർ. നിങ്ങളിരിക്കുന്നത് നിങ്ങളുടെ നിയ്യത്ത് നന്നായിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ മിനയിൽ പോയിട്ട് ഹാജിമാരുടെ കൂടെ നിന്നിട്ട് വിഖായയുടെ ഷർട്ടിട്ടിട്ട് വിഖായയുടെ കോട്ടിട്ടിട്ട് ഒരു സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണം. ഇങ്ങനെയൊന്നും ചിന്തയില്ലാതെ അള്ളാഹുവിൻ്റെ അതിഥികളെ അവർക്ക് വരുന്ന പ്രയാസങ്ങളിൽ അവരുടെ ഒരു കൂട്ടുകാരനായി, അവരുടെ ഒരു മകനായി, അവരുടെ ഒരു സഹോദരനായി, അവരുടെ ഒരു ഉത്തമനായ സഹപ്രവർത്തകനായി കൊണ്ട് എനിക്ക് മാറണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഈ ഇരുത്തം ഇവിടെയും അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് നിങ്ങളുടെ മേൽ നിർബന്ധമായി എന്നാണ് ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരൻ, കുവൈത്തിൽ ജോലി ചെയ്യുന്ന, എൻ്റെ കൂടെ ദർസിൽ പഠിച്ചിരുന്നൊരു സുഹൃത്ത്, അദ്ദേഹം വിളിച്ചു. സംഘടനാ രംഗത്തൊക്കെ വളരെ സജീവമായിരുന്നു നാട്ടിൽ. സാമ്പത്തികമായി വളരെ പ്രതിസന്ധി വന്നപ്പോൾ പോയതാണ്. അപ്പോൾ വിളിച്ചിട്ട് വിഖായയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വിഷയങ്ങൾ അറിഞ്ഞപ്പോൾ വിളിച്ചിട്ട് അവസാനം ഫോൺ വെക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് ഫോൺ വെച്ചത്. എന്താ പറഞ്ഞത്? എനിക്കൊരു അവസരം ഉണ്ടായില്ലല്ലോ. അങ്ങനെ പറഞ്ഞു, ഇനി എന്തായാലും വേണ്ടി നാട്ടിൽ പോയിട്ട് എന്ത് സായിഖാസാണെങ്കിലും വേണ്ടി, ഞാൻ ഹാരിസ് ആയാലും വേണ്ടില്ല, സൗദിക്ക് കയറി വന്നിട്ട് വിഖായയുടെ വളണ്ടിയറായിക്കൊണ്ട്, സമസ്തയുടെ അഭിമാനമായിക്കൊണ്ട് പരിശുദ്ധമായ മിനയിൽ ഒരൊറ്റ ദിവസമെങ്കിലും എനിക്ക് അവിടെ നിന്ന് കഴിയണം. കണ്ണീരോടുകൂടിയാണ് ഫോൺ വെച്ച്. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത കണ്ണീരായിപ്പോയി. കാരണം എന്താണ്? കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം, നമ്മളൊരു പരീക്ഷണാർത്ഥമാണ് വിഖായ 313 വിഖായ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഇറക്കിയത്. പക്ഷേ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം, നമ്മുടെ മുൻഗാമികളുടെ, മഹാന്മാരായ നമ്മുടെ ഉലമാക്കളുടെയൊക്കെ, നമ്മൾ ഒന്നുമല്ലെങ്കിലും
നമ്മളൊന്നും അവരുടെ കാൽ കീഴിലിരിക്കാൻ പോലും യോഗ്യരല്ലെങ്കിലും അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ടും ദുആ കൊണ്ടുമൊക്കെ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളൊരിക്കലും പ്രയാസപ്പെടരുത്. മഹാനായ CH ഉസ്താദിൻ്റെ അടുക്കലേക്ക് കോട്ടക്കൽ മേഖല SKSF രൂപീകരിച്ചിട്ട്, അതിൻ്റെ പ്രഥമ കോട്ടക്കൽ മേഖല SKSF രൂപീകരിച്ചു. ഞങ്ങളെ വേങ്ങര മേഖല ഉണ്ടാക്കുന്നതിന് മുമ്പ് കോട്ടക്കൽ മേഖല SKSF രൂപീകരിച്ചിട്ട് CH ഉസ്താദിനെ കാണാൻ പോയി. ഉസ്താദ് അവറുകൾ കാണാൻ പോയ സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ലിസ്റ്റ് ഇങ്ങനെ വായിച്ചപ്പോൾ കുറേ ആളുകളുണ്ട്. അപ്പം അതിൽ പിന്നെ ഞങ്ങളെ വേങ്ങരയിലുള്ള 1-2 തങ്ങന്മാരുണ്ടായിരുന്നു. അവരെ യോഗത്തിന് വിളിച്ചിട്ട് വന്നില്ല. അപ്പോൾ കുറച്ച് സംഘടനാ രംഗത്തൊക്കെ വളരെ കർശനമായ നിലപാടെടുക്കുന്ന ആളുകൾ, നമ്മുടെ സുബൈറുദ്ദീനെ പോലത്തെ ആളുകൾ പോലും പറഞ്ഞു വന്നിട്ടില്ലെങ്കിൽ വേണ്ടായിരുന്നു, വന്നിട്ടില്ലെങ്കിൽ പോലെ കമ്മിറ്റി എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു സംഗതിയൊക്കെ ഉഷാറായിരിക്കും, പക്ഷേ ഒരു തങ്ങൾ ഇതിലും വേണം ബർക്കത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ മുമ്പ് വന്നിരുന്നല്ലോ സയ്യിദ് മൊയ്നുദ്ദീൻ ജിഫ്രി തങ്ങളവറുകൾ എഴുതി ചേർത്തു. പിന്നെ ഉസ്താദ് പറഞ്ഞു കോട്ടക്കൽ PP ഉസ്താദ് ദർസ് നടത്തിയിരുന്ന പള്ളിയുണ്ട് കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ താഴെ, അവിടെ ഇരുത്തിയിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ അള്ളാഹുവിലുള്ള വഴിയിലാണ്. ഏത് വഴി? ഉസ്താദ് ഓതിയത് മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഒരാൾ ഇൽമ് തേടുന്ന അറിവിൻ്റെ വഴിയിലേക്ക് ഒരാൾ കടന്നു വന്നാൽ, അറിവിൻ്റെ വഴിയിലേക്ക്, ഇൽമിൻ്റെ ദീനിയായ ഇൽമിൻ്റെ വഴിയിലേക്ക് ഒരാൾ കടന്നു വന്നാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അയാൾക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തൊരു വഴിയിലാണ് നിങ്ങൾ. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതലുള്ള ഉപ്പാപ്പമാരുടെ ദുആ മുഴുവനും നിങ്ങളുടെ മേലിൽ ഇപ്പോഴിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്. വിഖായയ്ക്ക് വേണ്ടി നമ്മളിവിടെ സൗദി അറേബ്യയിലെ കുറച്ചാളുകൾ വിഖായയുടെ പേരിൽ മിനയിലേക്ക് ചെന്നപ്പോൾ ആ മിനയിലെ വിഖായയുടെ വളണ്ടിയർമാർക്ക് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള സമസ്തയുടെ പ്രവർത്തകർ ആത്മാർത്ഥമായി കൊണ്ട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നൊരു ഹദീസുണ്ട്, ഒരാൾ തൻ്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുന്നു, ഒരു ലക്ഷ്യവുമില്ല. ഉദാഹരണത്തിന് ഒരാൾ എന്ത് ചെയ്തു, ഇവിടെ വന്ന സമയത്ത് അദ്ദേഹം എല്ലാവർക്കും എന്ത് ചെയ്തു, ഓരോ അൽബൈക്കിൻ്റെ ഓരോ ഓറൈറ്റാണ് വന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അയാൾക്ക് വേണ്ടി ഉഷാറായിട്ട് ദുആ ചെയ്യും, പഠിച്ചോനെ അയാളുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണേ, കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ, കുട്ടികളെ കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താണ്? ചിലപ്പോൾ നമ്മുടെ മനസ്സ് അങ്ങനെയായിരിക്കും, അയാളത് കൊടുങ്ങനുള്ള ദുആ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യമില്ലാതെ അയാളിൽ നിന്ന് ദുനിയാവ് ഒന്നും കിട്ടാനില്ല, ആ ഒരു ചിന്തയോടുകൂടി സ്വന്തം സഹോദരന് വേണ്ടി ഒരാൾ ദുആ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, ഈ ദുആ ചെയ്തവനാണ് അല്ലാഹു തആല ആദ്യം ഉത്തരം കൊടുക്കൽ. സഹോദരന് വേണ്ടി പറഞ്ഞ ആവശ്യം എന്താണോ അതുപോലത്തെ ആവശ്യം ദുആ ചെയ്തവനുണ്ടെങ്കിൽ അയാൾക്ക് അല്ലാഹു തആല ആദ്യം കൊടുക്കും. ആ ഒരു ലക്ഷ്യത്തിലായിരുന്നു വിഖായയുടെ വളണ്ടിയർമാർക്ക് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾ ദുആ ചെയ്യുന്നു. നമ്മുടെ ഉസ്താദുമാരൊക്കെ സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി, ഇതിൻ്റെ ഖാദിമീങ്ങൾക്ക് വേണ്ടി, ഇതിൻ്റെ സേവകർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുന്നുണ്ടല്ലോ. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. പ്രവാസ ലോകത്ത് വന്നിട്ടും ഈ പ്രസ്ഥാനത്തിൽ തന്നെ ഉറച്ചു നിന്നിട്ട്, ഇന്നലെ ആബിദ് വട്ടം എന്ന് പറഞ്ഞ ആളിവിടെ എത്തിയണം. ആബിദ് വട്ടം നാട്ടിൽ നിന്ന് 15 ദിവസമായിട്ടുള്ള നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു സഹോദരൻ SKSF നാട്ടിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. തിരൂര് വെട്ടത്തുള്ള ഒരു ആബിദ്. ഇന്നലെ രാത്രി സുബൈർ ഉദവിക്ക് അദ്ദേഹം വിളിച്ചു. അപ്പോൾ ഉദവി തിരക്കിലായതുകൊണ്ട് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ദിൽഷാദിനെ വിളിച്ചു, ദിൽഷാദും ഫോൺ എടുത്തില്ല. അങ്ങനെ എവിടുന്നോ എൻ്റെ നമ്പർ കിട്ടി എനിക്ക് വിളിച്ചു. വിളിച്ച ഉടനെ തന്നെ ഞാൻ ആബിദ് വട്ടം തിരൂരാണ്, വിഖായുടെ വളണ്ടിയറായിട്ട് പോകാൻ അവസരം കിട്ടണം. ഞാൻ ചോദിച്ചു എവിടെയാണ്? കിലോ 14 വന്നിട്ട് എത്രയായി? 15 ദിവസമായിട്ടുള്ളൂ. 15 ദിവസമായിട്ടുള്ള സൗദിയിലെത്തിയിട്ട്. അതാണ് ഈ ആവേശം. ഏതാവേശം? ഞാനും SKSF എന്നുള്ളതല്ല, ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്, ദീനീ സേവനമാണെന്നുള്ള രീതിയിലുള്ള ഒരു ആവേശം, ഒരു ഇഖ്ലാസ് നമുക്ക് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ എത്തിപ്പിടിക്കും. അതാണല്ലോ ജിദ്ദയിലൊക്കെ നമ്മുടെ പ്രവർത്തകർ വരുന്ന സമയത്തൊക്കെ പല ആളുകളും
അവരെ പിടിച്ചു കൊണ്ടുവരാതെ ഇങ്ങോട്ട് എത്തിപ്പെട്ടവരുണ്ട്. ഇസ്ലാമിക് സെന്റർ അന്വേഷിച്ച് പിടിച്ചിട്ട് ഇവിടെ എത്തിപ്പെട്ടവർ, അല്ലെങ്കിൽ സമസ്തയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എവിടെയുണ്ടോ അങ്ങോട്ട് എത്തിപ്പെടും. ഇസ്ലാമിക് സെന്ററിൽ നിന്നൊരു വിളി വന്നു, അല്ലെങ്കിൽ ഒരു മെസ്സേജ് കണ്ടു, ഇന്ന് ഖുർആൻ ക്ലാസ് ഉണ്ട്. എന്നാൽ ഒഴിവുണ്ടെങ്കിൽ, ദീനിനോട് താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോവും, അവിടെ പോവണം. അപ്പോഴാണ് നമ്മൾ വിശ്വാസിയാവുന്നത്, അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ സമസ്തക്കാരനാവൽ. കാരണം എന്താണ്? അതല്ലാതെ നിരന്തരം വിളിച്ച് 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 കുറേ കഴിയുമ്പോൾ ഒന്ന് വരും, സമയം വൈകിയാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും, വൈകുന്നുണ്ട്, ഇത് ശരിയാവില്ല, സമയം വൈകിട്ടുണ്ട്, മുന്നോട്ട് പോവില്ല, ജോലിയുണ്ട്, മറ്റു പ്രശ്നങ്ങളുണ്ട്, തൽക്കാലം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ വളരെ ആളുകളുണ്ട്. ഇപ്പം ഇദ്ദേഹം നമ്മുടെ അലി ഫൈസി പാവണ്ണയുടെ ശിഷ്യനെ നിങ്ങൾ അല്ലേ? ഞാൻ നിങ്ങളെ മുഖം കണ്ടപ്പോൾ ഞങ്ങനെ എനിക്കൊരു തോന്നല്, മലപ്പുറം ഭാഗത്ത് നിങ്ങളെ മൂലരല്ല. ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു ക്യാമ്പിൽ ഒരാളെ പരിചയപ്പെട്ടു. മലപ്പുറത്ത് SKSFിൻ്റെ സമ്മേളനം നടക്കുന്ന സമയത്തൊക്കെ അവിടെ ഞാൻ മലപ്പുറത്ത് ടൗണിൻ്റെ പരിസരത്ത് ഓതി പഠിച്ച ആളായതുകൊണ്ട് സുന്നിമേൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ദിവസം കുട്ടികളെ വിളിക്കും. രാത്രി 12-ന് ശേഷം കൊടി കുത്താനും കൊടി പറിക്കാനും സ്റ്റേജ് കെട്ടാനും സ്റ്റേജിൽ കാവൽ നിൽക്കാനും എല്ലാത്തിനും ഉണ്ടാവും. അപ്പം എന്നാൽ കുറേ ആളുകളെ പരിചയപ്പെട്ടിരുന്നു. അവരെ പല ആളുകളെയും പലയിടങ്ങളിൽ വെച്ച് ആ മുഖം നമ്മുടെ മുന്നിൽ ഇങ്ങനെ വരും. സത്യത്തിൽ അതാണ് ഈ പ്രസ്ഥാനം കൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന വലിയൊരു നിഅ്മത്ത്. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ. നമ്മുടെ ഒരു പ്രവർത്തകൻ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് പറയുമ്പോൾ ആ പ്രവർത്തകന് വേണ്ടിയിട്ട് എത്ര ആളുകൾ ദുആ ചെയ്യും. പൊതുപ്രവർത്തനം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു വലിയ നിഅ്മത്ത് അതാണ്. വിശ്വാസികളോട്, നമ്മുടെ വിശ്വാസികളായ നമ്മുടെ സഹോദരന്മാർക്ക് നമുക്കിടയിലുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു പ്രധാന ഘടകവും അതാണ്. നമ്മൾ വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ്, അതോടൊപ്പം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കേരളത്തിലെ രൂപമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിൻ്റെ മെമ്പർമാരാണ്. അപ്പോൾ അവർക്കിടയിലുള്ള സ്നേഹബന്ധം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുന്ന ഒരു ഹദീസുണ്ട്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പിന്നെ ഇവിടെ ഒരാൾ വരും. ആ ആളെ പ്രത്യേകത എന്താണ്? അദ്ദേഹം സ്വർഗത്തിലുള്ള ആളാണ്. അദ്ദേഹം സ്വർഗത്തിലാണ്. സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ ജുലൂസൻ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരിക്കുകയാണ്. ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, യത്തലിഉ അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ ഇവിടെ വരുന്നു, സ്വർഗത്തിൽ കിടക്കുന്ന ഒരാൾ ഇപ്പോൾ വരുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കണം, ഏതാ ഒരാൾ? ഫത്വല റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു സാധു മനുഷ്യൻ ഒരാളിന് കയറി വന്നു. അദ്ദേഹം വരുന്നത് എങ്ങനെയാണ്? തുനല്ലിഫു ലിഹിയതഹു, അദ്ദേഹത്തിൻ്റെ വലത് കൈ കൊണ്ട് അദ്ദേഹത്തിൻ്റെ താടി ഇങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. അഥവാ ഉദു എടുത്തിട്ട് വെള്ളം ഇങ്ങനെ തടയല്ലോ അല്ലേ? താടിയുള്ളവർക്ക് അതറിയുള്ളൂ. താടി വെക്കാൻ പറ്റുന്ന ആളുകളൊക്കെ, ഇവിടെ ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ തടസ്സമില്ലാത്ത ആളുകൾക്കൊക്കെ ശരിക്കും ചെറിയൊരു താടി, അത് തീവ്രവാദിയായിട്ടുള്ള താടിയല്ല, എന്നാൽ നമ്മളെ ആടി നോക്കാൻ പോയ ആൾക്കാരുടെ താടിയല്ല അല്ലേ? അതൊരു ഒരു ഒരു സുന്നത്താണല്ലോ. മാത്രമല്ല, പിന്നെ ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ എന്താണ്, താടി വടിക്കുന്ന ആളുകൾക്കും താടി വെക്കുന്ന ആളുകളുടെയും ഇടയിൽ പഠനം നടത്തിയപ്പോൾ ഈ തൊലി ചുളിയുന്ന പ്രശ്നമുണ്ടല്ലോ, കുറച്ച് പ്രായം കഴിഞ്ഞ് തൊലിയൊക്കെ ചുളിഞ്ഞ് അതുപോലെ നിര വരുന്നൊരവസ്ഥയൊക്കെ വടിക്കുന്ന ആളുകളിലാണ് കൂടുതൽ എന്ന്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ താടി വെക്കും, എന്താ അറിയോ? നമ്മുടെ കുട്ടികൾ താടി വെക്കുന്ന പുതിയ ഒരാൾ ഒരു ഫോട്ടോ എവിടെയെങ്കിലൊക്കെ വന്നാൽ അല്ലേ, ഒരു ഏതെങ്കിലും ഒരു നടൻ താടി വെച്ചാൽ താടി വെക്കും, താടി വടിച്ചാൽ താടി വടിക്കും, മുടി വരണ്ടിയാൽ മുടി വരണം, മുടി വെച്ചാൽ മുടി വെക്കും. ഇങ്ങനെ ഓരോ സത്യത്തിൽ അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ ഒരു വിഷയം. ഒരു സ്വഹാബി വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലെ മത്തസ്സാ, ഒരു അറാബിയാണ് വന്നിട്ട് ചോദിച്ചു, മത്തസ്സാ, എന്നാ ഖിയാമന്നാൾ? ഉടനെ ചോദിച്ചു, എന്താ ഖിയാമന്നാളിന് വേണ്ടി എന്താ എൻ്റെ കയ്യിലുള്ളത്? ഖിയാമന്നാൾ എന്ന് ചോദിക്കുന്നുണ്ട്, എന്താ എൻ്റെ കയ്യിലുള്ളതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മാഇന്ദി വലാ ഇന്ദി കസറത്തു സ്വലാത്തിൻ വലാ സിയാം,
എൻ്റെ കയ്യിൽ കൂടുതൽ നിസ്കാരമില്ല, കൂടുതൽ നോമ്പില്ല, ഇല്ലാ അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്നു, വേറൊന്നുമില്ല. എൻ്റെ അടുത്ത് കുറേ അമലൊന്നുമില്ല, പക്ഷെ അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ ഹബീബിനോടും എനിക്ക് വല്ലാത്ത മഹബ്ബത്താണ്. ആ മഹബ്ബത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മഹബ്ബത്താണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാ പേടിക്കണ്ട, അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരാൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയോടുകൂടെയാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത്, നമ്മൾ മഹാനായ ശംസുൽ ഉലമയോട് നമുക്ക് വലിയ സ്നേഹമുണ്ടെങ്കിൽ, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖീഹ് തങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് വെളിപ്പാടകലെ കിടക്കുന്ന മഹാനരോട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയ സ്നേഹമുണ്ടെങ്കിൽ അവരുടെ കൂടെയാണ്. അവരെങ്ങോട്ടാ പോകുന്നത് അങ്ങോട്ടാണ്. അപ്പം നമ്മുടെ മനസ്സെപ്പോഴും ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നും ഒരു കേന്ദ്രത്തിൽ സുസ്ഥിരമായി കൊണ്ട് നിൽക്കണം. അതല്ലാതെ നമ്മൾ ഏതെങ്കിലുമൊക്കെ വ്യക്തികളോടുള്ള താല്പര്യങ്ങൾ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, ചില കുട്ടികളുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫുട്ബോൾ താരത്തോട് അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് താരത്തോടാണ് ഇഷ്ടമെങ്കിൽ മൊബൈലിലെ പ്രൊഫൈൽ അതായിരിക്കും, റൂമിലെ ഫോട്ടോ അതായിരിക്കും, വാച്ചിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോ അതായിരിക്കും, എല്ലായിടത്തും തന്നെ ആയിരിക്കും. അവിടെ ഇടുന്ന ട്രൗസറേ ഇവിടെ ഉള്ളൂ, അവിടെ ഇടുന്ന കുപ്പായ ഇവിടെ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരിക്കും. എന്നാൽ അത് സത്യത്തിൽ നമ്മെ മാറി ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഈ സമയത്ത് നാം എത്തണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഈ സ്വഹാബി വന്നു, വലത്തേ കൈകൊണ്ട് ഇങ്ങനെ താടിൻ തടവിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ നോക്കുമ്പോഴോ ഖദ് തഅല്ലഖന അലൈഹി ബിയദിഹി ശിമാൽ, ഇടത്തെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ 2 ചെരുപ്പുണ്ട്. ഇടത്തെ കയ്യിൽ ചെരുപ്പും പിടിച്ചിട്ട് വലത്തെ കയ്യിൽ താടി ഒഴിഞ്ഞുകൊണ്ടൊരു സാധുക്കളായ ആളുകളാണെന്ത് സ്വർഗത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന് പറഞ്ഞ ഉദാഹരണം എന്താന്ന് പറഞ്ഞാൽ, ഹമ്മാം ഉണ്ടല്ലോ, ഹമാം എന്ന് പറഞ്ഞാൽ പ്രാവുകൾ തിരക്കുന്നത് പോലെ സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്നിട്ട് കുറെ ആൾക്കാർ പെരുന്തിരക്കായിരിക്കും. മലക്കുളിക്ക് എന്താ നിങ്ങൾ തിരക്കണ്, ഇതെന്താ ഇതിന് നേരം കാലമൊന്നുമില്ലേ, ചോദ്യം ചെയ്യലും ഹിസാബൊക്കെ ഉണ്ടേ, ഞങ്ങൾക്ക് ഒന്നും ബാധകമല്ല എന്ന് പറയും. റസൂലുള്ളാഹി ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതാണ്. ഇവർ വന്നിട്ട് പെരുന്തിരക്കാണ് ഇത് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പറഞ്ഞു സമയമായിട്ടില്ല. അപ്പൊ അവർ പറയും ഞങ്ങൾക്ക് സമയമൊന്നും ആവാനില്ല, ഞങ്ങൾക്കൊക്കെ ആയിട്ടുണ്ട്. എന്താണ്, ഞങ്ങൾക്കൊന്നും ഇല്ലേ, ഞങ്ങൾ മഹാസാധുക്കളായിട്ട് ജീവിച്ച ആളുകളാണ്, ഞങ്ങൾക്ക് കാര്യമായിട്ട് ഹിസാബൊന്നുമില്ല, ഞങ്ങളോട് സ്വർഗത്ത് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ സ്വർഗത്തിൽ പോയിട്ട് ഒരു ഹദീസിലുള്ളത് 1000 കൊല്ലം കഴിഞ്ഞിട്ട് സമ്പന്നരായ മുഅ്മിനീങ്ങളായ ആളുകൾ സ്വർഗത്തിലെത്തൂ. അവരിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു വരെ ഉണ്ട് എന്ന് വരെ അഭിപ്രായപ്പെട്ട മഹാന്മാരുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ വീട്ടിലിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടുണ്ട്. വലിയ ശബ്ദം, മദീനയുടെ സൂക്കുകളിൽ നിന്ന് ശബ്ദങ്ങളും ബഹളങ്ങളും ഇങ്ങനെ ഉയരുന്നുണ്ട്, പൊടിയൊക്കെ പാറുന്നുണ്ട്. ചോദിച്ചു, എന്താണ് കേൾക്കുന്നത്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരക്ക്, അദ്ദേഹത്തിൻ്റെ കച്ചവട ചരക്ക് ഷാമിൽ നിന്ന് തിരിച്ചു വന്നതാണ്. ഷാമിൽ നിന്ന് കച്ചവട ചരക്ക് തിരിച്ചു വന്നതിൻ്റെ ശബ്ദ കോലാഹലമാണ്. ആയിഷ ബീവി പറഞ്ഞു, യാ അല്ലാഹ് വ ഇന്നി സമഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിനെ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് പറയുന്നതായിട്ട്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു എൻ്റെ സ്വഹാബികളിൽ അവസാനമായി കൊണ്ട് സ്വർഗത്തിലേക്ക് എത്തുന്ന ആളാണ്. കാരണം അദ്ദേഹത്തിന് വലിയ സമ്പത്തുണ്ട്. ആ സമ്പത്തിൻ്റെ ചോദ്യങ്ങളും ഹിസാബും ഒക്കെ കഴിഞ്ഞിട്ട് അവസാനമായിട്ടായിരിക്കും അദ്ദേഹം സ്വർഗത്തിലെത്തുക എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൻ്റെ ലാഭം മുഴുവനും ബൈത്തുൽ മാലിലേക്ക് അദ്ദേഹം സംഭാവന ചെയ്തു എന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തൻ്റെ അൽ ബിദായയിൽ മഹാനവറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പം പാവങ്ങളായ ആളുകളാണ്, പാവങ്ങളോടാണ് അല്ലാഹുവിന് ഇഷ്ടവും, പാവങ്ങളായ ആളുകളാണ് സ്വർഗത്തിൽ വേഗം എത്തുന്നവരും. അവരെ കൊണ്ടാണ് ഈ ഉമ്മത്ത് രക്ഷപ്പെടുന്നതും. അവരുടെ ദുആയാണ് ഈ ഉമ്മത്തിൻ്റെ രക്ഷാകവചവും. അതൊക്കെ കുറേ വിഷയങ്ങൾ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ഇരിക്കട്ടെ. അങ്ങനെ ഈ സ്വഹാബി ഇങ്ങനെ വരുന്നത്, ഇടത്തെ കയ്യിൽ ചെരുപ്പും വലത്തെ കൈ കൊണ്ട് താടിയും തടവിറ്റ് ഇങ്ങനെ കയറി വന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതും പറഞ്ഞ് ഞങ്ങളാളെ നോക്കി
മൂപ്പര് അങ്ങനെയാണ് പള്ളിയിൽ കയറിപ്പോയി. രണ്ടാമത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതാ ഇന്നും ഒരു സ്വർഗാവകാശി ഇവിടെ വരുന്നു. ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുമ്പോഴുണ്ട് തലേ ദിവസം വന്ന ആളെന്നെ. അതേ രീതി തന്നെ ഒരു സാധു മനുഷ്യൻ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ചില ആളുകൾ വളരെ സാധുക്കൾ. എൻ്റെ നാട്ടുകാരുണ്ടായിരുന്നു അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അള്ളാഹു താല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന് വിളിക്കലെന്നെ ആൾക്കാർ സാധുവായിരുന്നു, വളരെ സാധുവായിരുന്നു. പക്ഷെ അങ്ങനത്തെ ആളുകളൊക്കെയാണ്, അവരൊക്കെയാണ് ദുആക്ക് ഉത്തരമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ. വളരെ സാധു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ മദ്രസകൾ ജോലി ചെയ്യും. മദ്രസ ജോലി കഴിഞ്ഞാൽ ഈ മുഅല്ലിമീങ്ങളായ ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ പാർട്ട് ടൈമിന് പോകണവരുണ്ടാവും, ഇല്ലെങ്കിൽ ഉറങ്ങും, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞിരിക്കും. ഇദ്ദേഹം മദ്രസിന് വിട്ട് വന്ന ഫത്തുൽ മുഈൻ എടുത്തിട്ട് ചിലപ്പോൾ ഒരു 1000 തവണ ആയിരിക്കില്ല, ചിലപ്പോൾ ഫത്തുൽ മുഈൻ അദ്ദേഹം തല മുതൽ അവസാനം വരെ എങ്ങനെ മുത്താല ചെയ്യും. എപ്പോഴും ഫത്തുൽ മുഈൻ എടുത്തിട്ട് അങ്ങനെ മുത്താല ചെയ്യും. ഞാൻ അദ്ദേഹത്തെ അവസാനമായി കാണുന്ന സമയത്ത് ഈ ബേക്കിലിരിക്കുന്ന നമ്മുടെ ഒരു സഹോദരൻ്റെ നാട്ടിൽ അദ്ദേഹം അവിടുത്തെ പള്ളിയിലെ ഉസ്താദിന് ചെലവ് കൊണ്ടുവരണം. ഇദ്ദേഹം നല്ലൊരു സാധുവായ മനുഷ്യൻ, ഒരു അപകടത്തിൽ അദ്ദേഹം പെടുത്ത് മരിച്ചത്. ഉസ്താദിന് ചെലവ് കൊണ്ടുവരാൻ വേണ്ടി നടക്കണം. അട്ടിപ്പാത്രം പിടിച്ചിട്ട് അദ്ദേഹം ഇറങ്ങുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. അത് കഴിഞ്ഞ് ഈ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് അദ്ദേഹം കടയിലുണ്ട്, സാധനം വാങ്ങാൻ നിൽക്കുന്നുണ്ട്. എനിക്കുള്ള സാധനങ്ങൾ വാങ്ങി കവറാക്കി. അപ്പോഴൊക്കെ അദ്ദേഹം ഇങ്ങനെ മാറി അങ്ങോട്ടും മാറും ഇങ്ങോട്ടും മാറും, സാധനങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ എന്താപ്പെന്ന് കരുതി. അപ്പോൾ ഞാൻ കുറച്ച് ദൂരെ ഇങ്ങനെ മാറി നിന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സാധനം വാങ്ങണേ, ഒരു കോഴിമുട്ട. അപ്പം അദ്ദേഹം മടിയായിട്ട്, കാരണം ഇന്ന് നമ്മുടെ നാടുകളിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ചില ആളുകൾ അഹങ്കാരത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യും, അതൊക്കെ ചില ആൾക്ക് മടിയായിരിക്കും. എന്താ ഇത്ര കുറച്ച് വാങ്ങണം, എന്താ പറയുക 250 പഞ്ചസാര വാങ്ങണം, അല്ലെങ്കിൽ ഒരു 100 തക്കാളി വാങ്ങണം എന്നൊക്കെ ഒരു മടി ഉണ്ടാവില്ല. ഇദ്ദേഹം ഒരു കോഴിമുട്ട, ഒരു മുടുകൺ എടുത്താന്ന് പറഞ്ഞു അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് 2 തക്കാളി എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ ചെക്കൻ്റെ അടുത്ത് കൊടുത്തു. പിന്നെന്തോ ഒരു സാധനം വാങ്ങി, എന്താ ഞാൻ കണ്ടില്ല, അവൻ വാങ്ങിയിട്ട് അദ്ദേഹം ചെറിയൊരു പൊതി അവൻ പിടിച്ചിട്ട് അദ്ദേഹം വീട്ടിലേക്ക് നടന്നു പോവാണ്. അങ്ങനത്തെ സാധുക്കളായ ആളുകൾ എത്രയെത്ര മുടി ചടക്കുത്തിയ ആളുകൾ, അവരെ ശ്രദ്ധിക്കൂല, അവരെ സദ്യയിലേക്ക് അവരെ വിളിക്കപ്പെടില്ല, ആളുകൾ കൂടുന്നിടത്തേക്ക് അവരെ കൂട്ടില്ല. മഹല്ല് കമ്മിറ്റിയുടെ മീറ്റിംഗ് വിളിക്കും, അവർക്കതിലേക്ക് ക്ഷണം ഉണ്ടാവില്ല. മദ്രസയുടെ ജനറൽ ബോഡി വിളിക്കും, അവർ വന്നിരുന്നാലും അവർ ലിസ്റ്റിൽപ്പെടൂല. നാട്ടിലെ നിശ്ചയങ്ങൾക്ക് കാരണവന്മാരായ ആളുകളെ അഹങ്കാരത്തിൻ്റെ പേരിൽ വലിയ വലിയ വാഹനങ്ങളിൽ കൊണ്ടുപോകും, ഇവർക്കതിലേക്ക് ക്ഷണം ഉണ്ടാവില്ല. മുടികളച്ചിലിന് നാട്ടിൽ നിന്ന് കാരണവന്മാരെ രാവിലെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകും, ഇവർ അതിലുണ്ടാവില്ല. ഇവർ നാട്ടിൽ എണ്ണപ്പെടാത്ത ആളുകൾ, പക്ഷേ അവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യരെന്ന് ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു സാധു മനുഷ്യനാണ് ഈ സ്വഹാബി. അങ്ങനെ ഈ സ്വഹാബിയെ കണ്ട സമയത്ത് 3 ദിവസം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇതാ സ്വർഗത്തിലുള്ള ആൾ വരുന്നു പറഞ്ഞപ്പോഴും ഈ 3 വട്ടം വന്ന് ഇയാളാണ്. ഇതിങ്ങനെ കണ്ടപ്പോൾ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എനിക്ക് വല്ലാത്തൊരു ഒരു അവസ്ഥ. എന്താ ഇയാൾ ഇങ്ങനെ സ്വർഗത്തിൽ കിടക്കാൻ കാരണം ഇങ്ങനെ അറിയപ്പെട്ട ഒരാളൊന്നുമല്ലല്ലോ. റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ പിന്നെ ചടഞ്ഞുകൂടിയിരുന്ന ഇൽമു പഠിച്ചയാളല്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ നിഴലായിക്കൊണ്ട് നടന്നയാളല്ല. ഉമറുൽ ഫാറൂഖ് തങ്ങളെപ്പോലെ തീരുമാനങ്ങളിൽ കർക്കശ നിലപാടുള്ള, ദീനിന്റെ കാര്യങ്ങളിൽ കൃത്യനിഷ്ഠതയുള്ള ഒരു തീരുമാനമെടുക്കുന്നയാളല്ല. അങ്ങനെയൊന്നും അറിയപ്പെടാത്ത, ഒന്നാമത്തെ സഫിൽ വലത് സൈഡിൽ എത്തുന്ന ആളൊന്നുമല്ലല്ലോ. എന്താണ് ഇദ്ദേഹത്തിനുള്ള അമല്, അതൊന്നും അറിയണമല്ലോ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണീറ്റ സമയത്ത് തന്നെ ഞാൻ ഞാനും എണീറ്റു 3-ാമത്തെ ദിവസം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ സഹോദര, ഞാനും എൻ്റെ ഉപ്പയും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടൊരു 3 ദിവസം ഞാനൊരു ഉപ്പാണ്ട് സത്യം ചെയ്തു, 3 ദിവസം ഞാൻ ഈ പെരയ്ക്ക് ചവിട്ടില്ല എന്ന് പറഞ്ഞു. 3 ദിവസം ഞാൻ എന്ത് ചെയ്യില്ല, വീട്ടിൽ കിടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ 3 ദിവസം നിൽക്കാൻ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ഇടം കിട്ടണം, നിങ്ങളെ കൂടെ പോന്നാലോ ചോദിച്ചു. അയാൾ പറഞ്ഞു, എന്താ എൻ്റെ കൂടെ പോന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പറയുന്നു, ഫകാന അബ്ദുല്ലാഹി യുഹദ്ദിസു
മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ എന്ത് ചെയ്തു, അന്നഹു ബാത മഅഹു തിൽക സലാസൽ ലയാലി, 3 ദിവസവും ഈ സ്വഹാബിയുടെ വീട്ടിൽ ഇദ്ദേഹം അവിടെ തങ്ങി. 3 ദിവസത്തെ രാത്രിയും ഈ സ്വഹാബിയുടെ വീട്ടിൽ കൂടി. ഫലം യറഹു യഖൂമു മിനൽ ലൈലി ശൈഅ, അർദ്ധരാത്രി കഴിഞ്ഞ് ലോകം മുഴുവനും കിടന്നുറങ്ങിയ സമയത്ത് ഈ സഹോദരൻ, ഈ സ്വഹാബി എണീറ്റുകൊണ്ട് നിസ്കരിക്കുന്നത് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. അർദ്ധരാത്രി കഴിഞ്ഞിട്ട് ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ എണീറ്റുകൊണ്ട് നിസ്കരിച്ചോളൂ എന്ന് പറയുന്നൊരവസ്ഥ, അതൊന്നും ഈ സ്വഹാബിയിൽ ഞാൻ കണ്ടില്ല. ഫലം യറഹു യഖൂമു മിനൽ ലൈലി ശൈഅ വഗൈറ അന്നഹു ഇദാ ഉദ്ദിന ലിസ്വലാത്തിൽ ഫജ്ർ, ഫജ്റിന് ബാങ്ക് കൊടുത്താൽ അദ്ദേഹം എണീക്കും. എങ്ങനെ? ദക്കറല്ലാഹ വകബ്ബറ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്റൊക്കെ ചൊല്ലിയിട്ട് എന്ത് ചെയ്യും? മുപ്രൻ എണീക്കും. അഥവാ രാത്രി ഞാനിങ്ങനെ ഇദ്ദേഹത്തെ സൂക്ഷ്മമായി കൊണ്ട് നിരീക്ഷിച്ച് നിൽക്കുകയാണ്. എന്താ ഇദ്ദേഹം ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് കിട്ടാത്ത വല്ല അമലും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിലോ, സ്വകാര്യമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു. മൂപ്പരാവുന്നില്ല, നേരെ വരുന്നു. നമ്മൾ ഉറങ്ങില്ല ചോദിച്ചാൽ ആ ഉറങ്ങാന്ന് പറഞ്ഞു. മൂപ്പര് കിടന്നു. ചില ആളുകളിൽ പായിലെത്തുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തേക്കും? കൂർക്കം വലി തുടങ്ങുന്നു പറയും. എന്താ പറയുക? മൂപ്പര് നല്ല ഉറക്കം. നേരം വെളുക്കോളം ഉറക്കളച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അസ് റളിയല്ലാഹു തആല അൻഹു കാത്തിരുന്നു. സുബഹി ബാങ്ക് വിളിച്ചു, ഇദ്ദേഹം എണീറ്റു. പള്ളിയിൽ പോലെന്ന് വെച്ചു, ആ പോവാന്ന് പറഞ്ഞു. പള്ളിയിലേക്ക് പോയി. 3 ദിവസവും ഇതന്നെ അവസ്ഥ, ഒരു അമലുമില്ല. പിന്നെന്തുകൊണ്ടാണ് ഇദ്ദേഹം സ്വർഗത്തിൽ കടന്നത്? എന്തുകൊണ്ട് ഇദ്ദേഹം സ്വർഗത്തിലെത്തി? അംർ ഇബ്നു അസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ മൂപ്പരോട് പറഞ്ഞു, എന്താ നിങ്ങളെ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഫലം അറക തഅമലു കസീറ അമലിൻ, കാര്യമായിട്ട് വലിയ അമലും നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങളാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്താണ് വിഷയം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കങ്ങനെ പ്രത്യേകമായി ഒരു അമലൊന്നുമില്ല, നിങ്ങളൊക്കെ ചെയ്യുന്നത് പോലത്തെ അമല് പോലും എനിക്കില്ല. എനിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും സിരിയായി കൊണ്ട് വല്ല അമലും നബി തങ്ങൾ തന്നിട്ടുമില്ല. പക്ഷേ എനിക്കുള്ള ഒരു അവസ്ഥ, വഗൈറ അന്നീ ലാ അജിദു ഫീ നഫ്സി ലി അഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശൻ വലാ അഹ്സിദു അഹദൻ അലാ ഖൈരിൻ അഅതാഹു അല്ലാഹു ഇയ്യാ. എനിക്കുള്ള ഒരൊറ്റൊരവസ്ഥ എന്താണ്? എനിക്ക് മുഅ്മിനീങ്ങളായ ആളുകളോട് ഒരാൾക്ക് എന്നോടൊരു വെറുപ്പില്ല, എനിക്കൊരാളോടും വെറുപ്പില്ല. ഒരാളോട് എനിക്കൊരു വെറുപ്പില്ല. ഇപ്പം നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ കൊണ്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ആളുകളോട് നമുക്ക് ദേഷ്യം ഉണ്ടാവും, കുറഞ്ഞൊരു ഇതുണ്ടാവും. അല്ലെങ്കിൽ ചില ആളുകളോട് ചിലപ്പോൾ നമുക്ക് ചെറിയൊരു അസൂയ ഉണ്ടാവും. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരാളോട് ഒരു അസൂയയില്ല. അള്ളാഹു ഓരോരുത്തർക്ക് കൊടുത്തത് അത് അള്ളാഹു കൊടുത്തതാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ഞാനതിൽ വളരെ സന്തോഷവാനാണ്. മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരാളോടും എനിക്ക് ഒരു അസൂയയോ ഒരു ദേഷ്യമോ ഒരു കെടുമ്പോ ഒന്നുമില്ല. ഇത് മാത്രമാണ് എനിക്കുള്ളത്. ഇതങ്ങ് കേട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഹാദല്ലദീ ബലഗത ബിക വഹിയല്ലതീ ലാ നുതീഖ്. ഇതന്നെ മതി, ഇതാണ് ഇങ്ങക്കുള്ളതും, അതാണ് ഞങ്ങളെ കൊണ്ട് കഴിയാത്തതും. ഞങ്ങളെ കൊണ്ട് കഴിയാത്തതും അതാണ്, നിങ്ങൾക്കുള്ള ഒരവസ്ഥ ഇതാണ്. അഥവാ മനസ്സ്, നമ്മുടെ മനസ്സിൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരാളോടും ഒരു വെറുപ്പോ ഒരു ഹസദോ ഇല്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് രക്ഷപ്പെടാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് പറയുന്നൊരു ഹദീസ് ഞാനിതും കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. മഹ്ശർ തുടങ്ങുകയാണ്. മഹ്ശറയിൽ കോടാനുകോടി അള്ളാഹുവിൻ്റെ അടിമകൾ അവിടെ ഒരുമിച്ച് കൂടുകയാണ്. പ്രവാചകന്മാർ മുഴുവനും നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള പ്രവാചകന്മാരൊക്കെ അവരുടെ ഓരോ അവസ്ഥകൾ ആലോചിച്ചുകൊണ്ട് അവരിങ്ങനെ ഞെട്ടോട്ടമോടുകയാണ്. വരുന്നവരെയൊക്കെ നിരാശരാക്കിക്കൊണ്ട് മടക്കുകയാണ്. ഈ ഒരവസ്ഥയിലാണ് അല്ലാഹു തആലയുടെ ഭാഗത്ത് നിന്ന് ഒരു വിളിയാളം, ഐനൽ മുതഹബ്ബീന ബിജലാലി, ഐനൽ മുതഹബ്ബീന ബിജലാലി. എനിക്ക് വേണ്ടി സ്നേഹിച്ചവരെവിടെയോ, എനിക്ക് വേണ്ടി സ്നേഹിച്ചവരെവിടെയോ?
അല്ലാഹു തആല വിളിച്ചു ചോദിക്കും, അല്ലാഹുവിനായി സ്നേഹിച്ചവർ ഉണ്ടെങ്കിൽ വരൂ. ഫയൂളഉ ലഹുമുൽ മനാബിറ മിൻ നൂർ, പ്രകാശം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട ഇരിപ്പിടങ്ങൾ അല്ലാഹു തആല അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്യും. യഗ്ബിതുഹുമുൽ അംബിയാ, അംബിയാക്കൾക്ക് പോലും കൊതി വരും. മഹ്ശറയുടെ പ്രയാസങ്ങളും വിഷമങ്ങളുമൊക്കെ ഒന്നും അനുഭവിക്കാതെ ഒന്നും അറിയാതെ അതിങ്ങനെ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നവനെ പോലെ പ്രകാശം കൊണ്ട് ഉണ്ടാക്കിയ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ മഹ്ശറയുടെ അവസ്ഥകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, മഹ്ശറയുടെ ഒരു പ്രശ്നങ്ങളും അവർക്കില്ല, അവർക്കൊരു വിഷമങ്ങളില്ല. അവരാണെങ്കിലോ അള്ളാഹുവിൻ്റെ അർശിന്റെ തണലിലാണ് അവരുള്ളത്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അള്ളാഹു നമ്മെ അവരിൽ പെടുത്തുമാറാവട്ടെ. മഹ്ശറയുടെ തണലിൽ, പ്രകാശത്തിന്റെ ഇരിപ്പിടങ്ങളിൽ അവരുടെ വസ്ത്രങ്ങളാണെങ്കിലോ അതും പ്രകാശമാണ്. സിയാബുഹും നൂർ, അവരുടെ വസ്ത്രങ്ങളും പ്രകാശമാണ്, അവരുടെ ഇരിപ്പിടങ്ങളും പ്രകാശമാണ്. പ്രകാശം കൊണ്ട് പ്രകാശപൂരിതമായ ഒരവസ്ഥയിൽ ഇരിക്കുന്നവർ. അമ്പിയാക്കൾക്ക് പോലും അവരോട് അസൂയ, അമ്പിയാക്കൾ പോലും കൊതിച്ചു പോകുന്നൊരവസ്ഥ അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്നു. ആരാണവർ? അവരാണ് അൽ മുതഹാബ്ബൂന ബിജലാലി, അല്ലാഹുവിനായി സ്നേഹിച്ചവർ. നമ്മൾ നമ്മുടെ ഭാര്യയെ സ്നേഹിക്കുന്നു. എന്താണ് എൻ്റെ ഭാര്യ? ഞാൻ എൻ്റെ വൈകാരികമായ ചിന്തകളെ അല്ലാഹുവിൻ്റെ മാർഗത്തിലല്ലാതെ ഞാൻ ചെലവഴിച്ചാൽ നാളെ അല്ലാഹു എന്നെ ശിക്ഷിക്കും. എൻ്റെ വൈകാരികമായ അവസ്ഥകളെ, എൻ്റെ വികാരത്തെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ എനിക്ക് ചെലവഴിക്കാൻ അല്ലാഹു എനിക്ക് തന്ന എൻ്റെ ഭാര്യ, അതുപോലെ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരന്മാർ, എൻ്റെ കൂട്ടുകാർ, അവരെൻ്റെ സുഹൃത്തുക്കളാണ്. അല്ലാഹുവിനായി ഞാൻ സ്നേഹിക്കേണ്ടവർ. അവരുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളാണ്, അവരുടെ വിഷമങ്ങൾ എൻ്റെ വിഷമങ്ങളാണ്, അവരുടെ പ്രയാസങ്ങൾ എൻ്റെ പ്രയാസങ്ങളാണ്. അപ്പോഴാണ് നമുക്കറിയാമല്ലോ, ഉഹുദിൻ്റെ രണാങ്കണത്തിലും അതുപോലെ തന്നെ ഖൈബറിൻ്റെ രണാങ്കണത്തിലും 2 യുദ്ധക്കളങ്ങളെക്കുറിച്ച് സ്വഹാബത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. യുദ്ധത്തിൽ മുറിവേറ്റ് കിടക്കുന്ന സ്വഹാബിയുടെ ചുണ്ടിലേക്ക് മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. മരിക്കാൻ വേണ്ടി കിടക്കുന്ന സ്വഹാബി വിളിച്ചു പറയുന്നു, അൽമാ അൽമാ, വെള്ളം, വെള്ളം കൊണ്ടുവാ, വെള്ളം കൊണ്ടുവാ എന്ന് വിളിച്ചു പറയുന്ന സ്വഹാബിയുടെ ചുണ്ടിൻ്റെ അടുക്കലേക്ക് വെള്ളവുമായി കൊണ്ട് മറ്റു സ്വഹാബത്ത് ചെല്ലുന്ന സമയത്താണ് തൊട്ടപ്പുറത്ത് നിന്നുള്ള തൻ്റെ കൂട്ടുകാരനാകുന്ന, തൻ്റെ കൂടെ യുദ്ധം ചെയ്ത സ്വഹാബിയുടെ വിളി അൽമാ അൽമാ, വെള്ളത്തിന് വേണ്ടി വിളിക്കുന്ന സമയത്ത് തൻ്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ച വെള്ളം തൻ്റെ ചുണ്ടിലേക്ക് മരണത്തോട് മല്ലടിച്ച് വെട്ടും കുത്തേറ്റുകൊണ്ട് കിടക്കുന്ന സമയത്താണ് കൂട്ടുകാരൻ്റെ വിളിയാളം കേൾക്കുന്നത്. തൻ്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ച വെള്ളം അങ്ങോട്ട് തട്ടിയിട്ട് കൂട്ടുകാരൻ്റെ ഭാഗത്തേക്ക് ഇശാറത്താക്കിയ സ്വഹാബ. തൊട്ടപ്പുറത്തുള്ള സ്വഹാബി വീണ്ടും കേൾക്കുന്നു അതിനപ്പുറത്തുള്ള സ്വഹാബിയുടെ ശബ്ദം. അങ്ങനെ ഓരോരുത്തരുടെ ചുണ്ടുകളിൽ നിന്നും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച് തിരിച്ചു വന്നപ്പോഴേക്ക് എല്ലാവരും ലോകത്തു നിന്ന് വിട പറഞ്ഞ ഒരവസ്ഥ. അതാണ് സ്നേഹം. സ്വന്തം കൂട്ടുകാരന് വേണ്ടി, സ്വന്തം മുസ്ലിമായ മുഅ്മിനായ തൻ്റെ സഹോദരന് വേണ്ടി മരണത്തിൻ്റെ അവസ്ഥയിൽ പോലും, സക്കറാത്തിൻ്റെ അവസ്ഥയിൽ പോലും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും താല്പര്യപ്പെടാതെ അത് തൻ്റെ കൂട്ടുകാരന് വേണ്ടി മാറ്റിവെച്ച അവസ്ഥ. വയുസിറൂന അലാ അൻഫുസിഹിം, അവർ അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാളേറെ കൂട്ടുകാരെ അവർ തിരഞ്ഞെടുത്തു. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും ആ ആവശ്യങ്ങൾ അവർ മുൻപറയാതെ, ആവശ്യങ്ങളെ മുൻനിർത്താതെ, ആവശ്യങ്ങളെ വെളിപ്പെടുത്താതെ കൂട്ടുകാരന് വേണ്ടി മാറ്റിവെച്ച സ്വഹാബത്ത്. അതാണ് ഈമാൻ, അതാണ് ഹുബ്ബ്. ആ ഹുബ്ബാണ് യഥാർത്ഥ ഈമാൻ, ആ ഈമാനാണ് യഥാർത്ഥ ഹുബ്ബ്. ആ ഹുബ്ബിലായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ 1000 കൊല്ലം നമ്മൾ അമൽ ചെയ്യുന്നതിനേക്കാളും, 1000 കൊല്ലം നമ്മൾ നിസ്കരിക്കുന്നതിനേക്കാളും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഏറ്റവും വലിയൊരവസ്ഥ അതാണ്. സ്നേഹമാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൽ. ഉവൈസുൽ ഖർണിയുടെ ചരിത്രം ഞാൻ ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി 3 മാസത്തിലേറെ അറേബ്യയുടെ ഉപഭൂഖണ്ഡം മുഴുവനും കറങ്ങി നടന്ന ഹരിം ഇബ്നു ഹയ്യാൻ എന്ന് പറയുന്ന സഹോദരൻ
ഉവൈസുൽ ഖർനിയെ കാണാൻ വേണ്ടി വന്നിട്ട് ഞാൻ നിങ്ങളെ അള്ളാഹുവിലായി സ്നേഹിക്കുന്നു, എനിക്കൊരു ലക്ഷ്യവുമില്ല, അള്ളാഹുവിലായി നിങ്ങളെ സ്നേഹിക്കുന്നു, ആ സ്നേഹം കൊണ്ട് എനിക്ക് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ സ്വഹാബിയോട് ഉവൈസുൽ ഖർനി തങ്ങൾ പറഞ്ഞൊരവസ്ഥയുണ്ട്. എങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എന്നിട്ട് അദ്ദേഹം ദുആ ചെയ്ത ദുആ എന്താണ്? അള്ളാഹുവേ, ഇദ്ദേഹത്തിൻ്റെ മുഖത്തെ നാളെ മഹ്ശറയിൽ എനിക്ക് വ്യക്തമാക്കി തരണം. നമ്മൾ ശംസുൽ ഉലമയെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ, ഹൈദർ അലി ശിഹാബ് തങ്ങളെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ, ആലിക്കുട്ടി ഉസ്താദിനെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ, ആ സ്നേഹം നാളെ നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കണം. അതാണ് ആഖിറത്തിൽ ഉപകരിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്നേഹിക്കപ്പെടുന്ന ആളുകൾക്ക് ശഫാഅത്തിനുള്ള അധികാരം അല്ലാഹു തആല കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശഫാഅത്തുണ്ട്, ഖുർആനിന് ശഫാഅത്തുണ്ട്, ഔലിയാക്കൾക്ക് ശഫാഅത്തുണ്ട്, സ്വാലിഹീങ്ങൾക്ക് ശഫാഅത്തുണ്ട്, സയ്യിദന്മാർക്ക് ശഫാഅത്തുണ്ട്. ഇതുപോലെ അല്ലാഹുവിലായി സ്നേഹിച്ചവർക്ക് അവർക്കുമിടയിലും ശഫാഅത്തുണ്ട്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ കൊണ്ട് വാഗ്ദാനം ചെയ്ത 7 വിഭാഗത്തിൽ 4ാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് എണ്ണിയത് അൽ മുതഹാബ്ബൂന ഫില്ലാഹ്, തഹാബ്ബാനി ഫില്ലാഹ്. മറ്റൊരു ഹദീസിൽ റജുലാനി തഹാബ്ബാനി ഫില്ലാഹ്, അള്ളാഹുവിലായി സ്നേഹിച്ചവർ. അതുകൊണ്ട് നമുക്കിടയിലുള്ള ഈ സ്നേഹബന്ധം, നമ്മൾ സമസ്തയുടെ മക്കളാണ്, നമ്മൾ ശംസുൽ ഉലമയുടെ മക്കളാണ്, നമ്മൾ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ മക്കളാണ്. ആ ഒരു സമസ്തയുടെ, ഇസ്ലാമിൻ്റെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശം ജീവിതത്തിൽ പുലർത്തി ജീവിക്കുന്നവരും അതിൻ്റെ പ്രചാരകരും അതിൻ്റെ പ്രവർത്തകരുമാവുന്ന സമയത്ത് ആ ഒരു സ്നേഹബന്ധം നമ്മിൽ നാം നിലനിർത്തുന്നതോടുകൂടി ലോകത്തുള്ള മുഅ്മിനീങ്ങൾ മുഴുവനും നമ്മുടെ സഹോദരന്മാരാണ്. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനിന്റെ വിഷമവും നമ്മുടെ വിഷമമാണ്. ലോകത്തുള്ള ഒരു മുഅ്മിനിനെ പീഡിപ്പിക്കപ്പെട്ടാൽ അത് നമ്മെ പീഡിപ്പിക്കപ്പെട്ടതുപോലെയാണ്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോഴാണ്, നമ്മളറിയാത്ത, നമ്മൾ കാണാത്ത, നമ്മൾ കേൾക്കാത്ത നമ്മുടെ സഹോദരന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോഴാണ് നമ്മുടെ വിശ്വാസം സഫലമാവുകയുള്ളൂ, നമ്മുടെ വിശ്വാസം അത് യഥാർത്ഥമാവുകയുള്ളൂ, നമ്മുടെ സ്നേഹം അത് യഥാർത്ഥമാവുകയുള്ളൂ. അതുകൊണ്ട് ആ സ്നേഹത്തിലായിക്കൊണ്ട് ജീവിച്ച്, ആ സ്നേഹത്തിലായിക്കൊണ്ട് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആ സ്നേഹം ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെയും അവരെ നമ്മുടെ സ്വന്തം സഹോദരനായി കാണാനും, സ്വന്തം സഹോദരിയായി കാണാനും, സ്വന്തം അനിയനായി കാണാനും, സ്വന്തം ജ്യേഷ്ഠനായി കാണാനും കഴിയുന്ന ഒരു സ്നേഹതലത്തിലേക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ വികാരങ്ങളും നമ്മുടെ വിചാരങ്ങളെയും നമുക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെട്ടു. പടച്ച റബ്ബേ, അങ്ങനെ നിനക്ക് വേണ്ടി സ്നേഹിക്കാൻ ഞങ്ങൾക്കിനി തൗഫീഖ് നൽകണേ അല്ലാ. പടച്ച റബ്ബേ, നിനക്ക് വേണ്ടി സ്നേഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. നിനക്ക് വേണ്ടി സ്നേഹിക്കാൻ ഞങ്ങൾക്കിനി തൗഫീഖ് നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ആ സ്നേഹം കൊണ്ട് നാളെ ഞങ്ങളെ ആഖിറത്തിൽ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എൻ്റെ അർശിൻ്റെ തണൽ നൽകുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. നാളെ മഹ്ശറയിൽ ആദ്യമായി കൊണ്ട് വിളിക്കപ്പെടുന്ന അവർ ഈ സാധുക്കളായി ഞങ്ങൾ നീ പെടുത്തണേ റബ്ബേ. ഞങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളും ഞങ്ങൾക്കിടയിലുള്ള ഇടപെടലുകളും അത് നിനക്ക് വേണ്ടിയുള്ള ബന്ധങ്ങളും നിനക്ക് വേണ്ടിയുള്ള ഇടപെടലുകളും ആക്കി തീർക്കണം അല്ലാ. ആ രീതിയിൽ ഞങ്ങൾ നീ ജീവിപ്പിക്കണേ അല്ലാ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി